ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 42. ശങ്കർ മരണഭയം കൊണ്ട് ഓടടാ ഓട്ടമോടി. ഏത് ഭാഗം തിരിഞ്ഞാണോ താനെന്ന് എഴുന്നേറ്റതെന്ന് അയാൾക്ക് തോന്നിപ്പോയി. ഇന്നലെ വരെ എല്ലാവരെയും പറ്റിച്ച് സുഖമായി ജീവിച്ച താൻ ഇന്ന് തൊട്ടതെല്ലാം പ്രശ്നങ്ങളാണല്ലോ എന്ന് അയാൾ ഓർത്തു. വ്യാപാരികളോടൊപ്പം ചേർന്ന് ജനങ്ങളെ പറ്റിക്കുന്ന സമയത്ത് കഷ്ടകാലത്തിന് ചേതനെ തെരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നോർത്ത് അയാൾ ഖേദിച്ചു. ഒന്നുമില്ല, താനൊന്ന് നാവടക്കി വെച്ചാൽ തന്നെ മതിയായിരുന്നു. ചേതൻ പലതവണ പിന്മാറിയിട്ടും താനാണ് പിന്നാലെ നടന്ന് വഴിയെ പോകുന്ന അടിയെല്ലാം ഇരന്നു വാങ്ങിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞതുപോലെ അവനെ വെറുതെ വിട്ടെങ്കിൽ ഇപ്പോൾ തനിക്ക് ഇങ്ങനെ മരണഭയത്തോടെ ഓടേണ്ടി വരില്ലായിരുന്നു എന്ന് അയാൾ ചിന്തിച്ചു. ചേതൻ തന്റെ അടുത്തേക്ക് എത്തുംതോറും കാലൻ തന്റെ അരികിലേക്ക് വരുന്നത് പോലെയാണ് ശങ്കറിന് തോന്നിയത്. തന്നെ കൊണ്ട് ആവുന്ന വിധത്തിൽ തന്റെ ജീവൻ രക്ഷിക്കണം എന്ന് കരുതി അയാൾ വീണ്ടും വേഗത്തിൽ ഓടി. ഓ, അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നെങ്കിൽ അയാൾ ആശിച്ചു പോയി. പെട്ടെന്ന് തന്റെ തൊട്ടു പിന്നിലായി അവൻ എത്തിയെന്ന് തിരിച്ചറിഞ്ഞ് അയാൾ തിരിഞ്ഞതും അയാളുടെ മുതുകിൽ ചേതന്റെ അടി വീണതും ഒരുമിച്ചായിരുന്നു. അമ്മേ! ശങ്കർ ഒരു നടുക്കത്തോടെ നിലത്തേക്ക് വീണു. അയാളുടെ മുഖം നേരെ ചെന്നിടിച്ചത് ഒരു പടുകൂറ്റൻ പാറക്കല്ലിന്റെ പുറത്തേക്കായിരുന്നു. അയാൾ തലയിൽ കൈ പിടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞതും പല്ലുകൾ ഇളകി താഴെ വീണു. കയ്യിലൊരു കണ്ണാടി ഇല്ലെങ്കിൽ കൂടി തന്റെ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധമായി മാറിയെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി ജീവിതകാലം മുഴുവനും തന്റെ മുഖം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഓർത്തതും അയാളുടെ കരച്ചിലിന് ആക്കം കൂട്ടി. പിറകിൽ നിന്നും ചേതൻ വീണ്ടും വേഗത്തിൽ വരുന്നത് കണ്ടതും അയാൾ കിടന്നിടത്തു നിന്നും എഴുന്നേക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾക്ക് അനങ്ങാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല. തന്നെ ഇപ്പോൾ ചേതൻ കൊല്ലുമെന്നോർത്ത് അയാൾ അലറി വിളിച്ചു. ചേതൻ അടുത്തു വന്ന് അയാളുടെ നെഞ്ചത്ത് തന്റെ കാലെടുത്തു വെച്ചു. ശങ്കർ തന്റെ മരണം അടുത്തുവെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. എന്നാൽ ചേതൻ തൊഴിക്കുകയോ ശരീരം കാലുകൊണ്ട് ഞെരിക്കുകയോ ചെയ്തില്ല. ഞാൻ നിന്നോട് പല തവണ പറഞ്ഞതാണ് എന്റെ വഴിയിൽ തടസ്സമായി വരരുതെന്ന്. പക്ഷെ നീ കേട്ടില്ല. വീണ്ടും വീണ്ടും എന്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കാൻ വന്നുകൊണ്ടിരുന്നു. ഇപ്പോ നിന്റെ അവസ്ഥ എന്തായെന്ന് കണ്ടല്ലോ. മുന്നിൽ നിൽക്കുന്നത് ആരാ എന്താന്ന് അറിഞ്ഞുകൊണ്ട് വേണം സംസാരിക്കാൻ. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ കിടന്ന് മോങ്ങേണ്ടി വന്നത്. ചേതൻ കോപത്തോടെ പറഞ്ഞു. അവന്റെ ഓരോ വാക്കുകൾ കേൾക്കുന്നതിനനുസരിച്ച് ശങ്കറിന്റെ ഉള്ളിലെ ഭയവും കൂടി വന്നു. ചേതൻ തന്റെ കാലൊന്ന് ശക്തിയിൽ അമർത്തിയാൽ തന്റെ നെഞ്ചും കൂടി പൊളിഞ്ഞു പോകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അയാളുടെ ശരീരം ഭയം കൊണ്ട് വിറച്ചിരുന്നു. എങ്ങനെയെങ്കിലും ചേതനോട് സംസാരിച്ച് അവനെ സമാധാനിപ്പിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. കോപത്തിൽ നിൽക്കുന്ന ചേതനോട് എങ്ങനെ സംസാരിച്ച് തുടങ്ങണം എന്ന് ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷം അയാൾ മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. എന്നെ കൊല്ലരുത്, എന്നെ വെറുതെ വിടണം പ്ലീസ്. എനിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കേട്ട് ചേതന് ദേഷ്യം കൂടി വന്നു. നിന്നെയൊക്കെ ഇനിയും ജീവിക്കാൻ വേണ്ടിട്ടെന്തിനാ? പാവം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയോ? ചേതൻ കടുപ്പത്തിൽ ചോദിച്ചു. ഇല്ല, അങ്ങനെയല്ല. എന്റെ ജീവിതത്തിൽ വേറെ ലക്ഷ്യങ്ങളുണ്ട്. ഞാനിനി ആരെയും പറ്റിക്കില്ല. പ്ലീസ്, എന്നെ വെറുതെ വിടണം. ഇനി മുതൽ ഞാൻ നല്ലവനായി ജീവിച്ചോളാം. പ്ലീസ്, എന്നെ വെറുതെ വിടണം. ശങ്കർ ഇടർന്ന ശബ്ദത്തോടെ വീണ്ടും പറഞ്ഞു. ചേതൻ എന്തോ ചിന്തിച്ചു നിൽക്കുന്നത് കണ്ടതും ആ അവസരം മുതലെടുത്തുകൊണ്ട് ശങ്കർ വീണ്ടും തുടർന്നു. എന്നെ ജീവനോടെ വിട്ട ഞാനിനി ഈ പണിക്കൊന്നും നിൽക്കില്ല. എല്ലാ അർത്ഥത്തിലും നല്ലവനായിക്കോളാം. എന്റെ അടുത്തുള്ള പണം എല്ലാം ഞാൻ നിനക്ക് തരാം. എന്റെ മുഴുവൻ സ്വത്തുക്കളും നീ എടുത്തോ. എന്നിട്ട് ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. പണത്തേക്കാൾ വലുത് ജീവനാണെന്ന് ശങ്കറിന് അറിയാമായിരുന്നു. പണം എപ്പോൾ വേണമെങ്കിലും സമ്പാദിക്കാം, പക്ഷേ ജീവൻ പോയാൽ അത് തിരികെ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ തന്റെ ജീവന് വേണ്ടി തന്റെ കയ്യിലുള്ളതെല്ലാം നൽകാൻ അയാൾ തയ്യാറായിരുന്നു. ഓഹോ, ശരി, എടുക്ക്. നിന്റെ കയ്യിൽ എത്രയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ ജീവന്റെ മതിപ്പ് എത്രയാണെന്ന് നീ തരുന്ന പണം വെച്ച് കണക്ക് കൂട്ടാം എന്ന് ചേതൻ പറഞ്ഞതും ശങ്കർ തിരികെ ഒന്നും പറയാതെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ശങ്കർ ഒരുപാട് നേരം ചിന്തിച്ചു നിന്നിട്ടും മറുപടി ഒന്നും പറയാത്തത് കണ്ട് ചേതൻ തന്റെ കാലുകൊണ്ട് അയാളുടെ തലക്കിട്ട് ഒരു തട്ട് കൊടുത്തു. ഗോ, താനെന്താ കിടന്നുറങ്ങണോ? ചേതൻ ചോദിച്ചു. അയ്യോ, കൊല്ലല്ലേ. അയാൾ പേടിച്ച് വേഗം തന്നെ തന്റെ കയ്യിൽ നിന്നും ഒരു മോതിരമൂരി ചേതന് നേരെ നീട്ടി. ചേതൻ ആ മോതിരം വാങ്ങി അതിനെ തിരിച്ചു മറച്ചു നോക്കി. പക്ഷെ അതിൽ യാതൊരുവിധ വിലമതിപ്പുള്ള വസ്തുവും ഉള്ളതായി അവന് തോന്നിയില്ല. എന്നെ കണ്ടിട്ട് തനിക്കെന്താ ഞാനൊരു മണ്ടനാണ് തോന്നുന്നുണ്ടോ?
ചാവാൻ കിടക്കുമ്പോഴും ആളുകളെ പറ്റിക്കണം എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ കൊല്ലൂടാ എന്ന് പറഞ്ഞ് ചേതൻ കാലുകൊണ്ട് അയാളുടെ നെഞ്ചത്തൊന്ന് അമർത്തി. അയ്യോ നിക്ക് നിക്ക്, ഈ മോതിരം വളരെ വിലമതിപ്പുള്ള ഒന്നാണ്, ശരിക്കും നോക്ക്, ശങ്കർ തിടുക്കത്തിൽ പറഞ്ഞു. എന്ത്, ഈ കുഞ്ഞു മോതിരോ? തൊട്ടാൽ പൊട്ടുന്ന വേസിന് 80,000 വിലയിട്ട പോലെ ആയിരിക്കും. എടാ എടാ, നിന്നെ ഒന്നും വെറുതെ വിടാൻ പറ്റില്ല, നീ ചാവുന്നതാണ് നല്ലത് എന്ന് ചേതൻ പറഞ്ഞതും ശങ്കർ ഭയത്തിൽ ചേതന്റെ കാലിൽ പിടിച്ചു. ചേതൻ അത് കണ്ട് അയാൾ ഇനി എന്താവും ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ അയാളെ സൂക്ഷിച്ചു നോക്കി. അയ്യോ കൊല്ലല്ലേ, സത്യം പറഞ്ഞേ, വിശ്വാസത്തിലേക്ക് ആ മോതിരം തുറന്നു നോക്ക്, ശങ്കർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്ത്, മോതിരം തുറന്നു നോക്കാനോ? ഈ ചെറിയ മോതിരത്തിനുള്ളിൽ എന്തുണ്ടെന്നാ നീ പറയുന്നേ എന്ന് ചോദിച്ച് ചേതൻ ആ മോതിരം തുറന്നതും അതൊരു വലിയ വളയം പോലെ വിടർന്നു വന്നു. ചേതൻ തന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറിയിൽ ആ മോതിരത്തെ കുറിച്ച് നോക്കി. ലോ ലെവൽ സ്റ്റോറേജ് റിംഗ്. എന്തൊക്കെ രഹസ്യമായി സൂക്ഷിക്കണോ അതൊക്കെ ഈ മോതിരത്തിന്റെ ഔട്ടർ സ്പേസിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം. രക്തം ഉപയോഗിച്ച് വേണം ഈ മോതിരത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ. ഇതിനുള്ളിൽ ഇപ്പോൾ 5 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾക്ക് മേലെ വിലമതിപ്പുള്ള വസ്തുക്കളുണ്ട്. കുറവുകൾ, ഇതിനെ നിർമ്മിച്ചിരിക്കുന്ന രീതി അത്ര മികച്ചതല്ല. ആ മോതിരത്തെ കുറിച്ച് വായിച്ചതും ചേതൻ ശങ്കറിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. 5 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾക്ക് മേലെ മതിപ്പുള്ള വസ്തുക്കൾ അതിലുണ്ടെങ്കിൽ ഇവൻ എത്ര പേരെ പറ്റിച്ചു കാണണം. അവൻ തീർച്ചയായും ആ പറ്റിച്ചുണ്ടാക്കിയ പണമെല്ലാം ഈ മോതിരത്തിലായിരുന്നിരിക്കണം ഒളിപ്പിച്ചിരുന്നത്. ചേതൻ ശങ്കറിന്റെ ദേഹത്തെ രക്തം ആ മോതിരത്തിൽ വീഴ്ത്തിയതും ആ മോതിരം അവനെ വസ്തുക്കൾ സ്റ്റോർ ചെയ്യുന്ന ആ ഔട്ടർ സ്പേസിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ധാരാളം സ്വർണ്ണ നാണയങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊണ്ട് നിറഞ്ഞിരുന്നു. ചേതൻ ആ മോതിരത്തിൽ തന്റെ രക്തം കൂടി ഇൻപ്രിന്റ് ചെയ്തു. അങ്ങനെ ചെയ്താൽ മാത്രമേ അവനത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ആദ്യം ആ മോതിരം കണ്ടപ്പോൾ അത് വെറും മൂല്യമില്ലാത്ത ഒരു വസ്തുവായിട്ടാണ് ചേതൻ കരുതിയത്. അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ഇടത്തിൽ ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടാകുമെന്ന് അവൻ കരുതിയിരുന്നില്ല. ഈ ലോകം വേറെ ലെവൽ തന്നെ. മോതിരത്തിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് കൺമുൻപിൽ കണ്ടിട്ടും വിശ്വസിക്കാനാവുന്നില്ലല്ലോ എനിക്ക്. ചേതൻ അമ്പരന്നു. അവൻ ഔട്ടർ സ്പേസിൽ നിന്നും പുറത്തേക്ക് വന്നതും മോതിരം പോയതിന്റെ വിഷമത്തിലിരിക്കുന്ന ശങ്കർ അവനോട് പറഞ്ഞു. അതെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോതിരം ഞാൻ നിനക്ക് തന്നില്ലേ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? ഇനി ഞാൻ ഒരിക്കലും ശല്യം ചെയ്യാൻ വരില്ല. നമ്മൾ തമ്മിൽ ഇനി മുതൽ യാതൊരു പ്രശ്നവുമില്ല. പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്. അയാൾ പറയുന്നത് കേട്ട് ചേതൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചു. നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നിരുന്നെങ്കിൽ നിനക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ? അല്ല അതുവിടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ പറ, എന്തിനാ നീ എന്നെ ഇപ്പൊ വീണ്ടും പറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചേതൻ ചോദിച്ചതും കേട്ട് ശങ്കർ അവനെ സംശയത്തോട് നോക്കി. ഞാനെന്തിനാ നിന്നെ പറ്റിക്കുന്നത്? എനിക്കുള്ളതൊക്കെ ഞാനിപ്പോ നിനക്ക് തന്നില്ലേ. എനിക്ക് എന്റെ ജീവനാണ് വലുത്, അത് വെച്ച് ഞാൻ കളിക്കില്ല. ശങ്കർ സംശയം വിട്ടുമാറാതെ പറഞ്ഞു. എന്ത്, നിന്റെ ജീവനാണ് വലുതെന്നോ? പക്ഷേ നിന്റെ പ്രവൃത്തി പറയുന്നത് പണമാണെന്നാണല്ലോ ശങ്കറെ, ചേതൻ പരിഹാസത്തോടെ ചോദിച്ചു. അത് കേട്ട് ശങ്കർ വീണ്ടും കാര്യം മനസ്സിലാകാതെ അവനെ നോക്കി. എന്തോന്നും പറയാത്തത്? നിന്റെ അടുത്തുള്ള എല്ലാം എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്താ മോതിരം മാത്രം തന്ന് പറ്റിക്കാൻ നോക്കുവാണോ? ചേതൻ അയാൾ ഒന്നും പറയാത്തത് കണ്ട് ചോദിച്ചു. എന്റെ പക്കൽ ഈ മോതിരം മാത്രമല്ലേ ഉള്ളൂ, അപ്പോ അതല്ലേ തരാനും കഴിയൂ? ശങ്കർ അല്പം ഇടർച്ചയോടെ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? ചേതൻ ചോദിച്ചതും അയാൾ അതെ, അയാൾ വിക്കി വിക്കി പറഞ്ഞു. ചേതൻ അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ചാവാനായിട്ടും ആളുകളെ പറ്റിക്കുന്നത് ഒരു തൊഴിലാക്കി വെച്ചിരിക്കുകയാണല്ലോ നീ. സ്വന്തം ജീവന്റെ കാര്യം വന്നിട്ട് പോലും നിന്റെ ജുബ്ബാനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പണമാണല്ലോ നിനക്ക് പ്രധാനം എന്ന് ചേതൻ പറഞ്ഞതും അയാൾ ഞെട്ടലോടെ ചേതനെ നോക്കി. ചേതൻ മനുഷ്യൻ തന്നെയാണോ അതോ വല്ല പ്രേതമോ മറ്റോ ആണോ എന്ന് വരെ ശങ്കർ ചിന്തിച്ചു പോയി. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശങ്കർ ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന പണം ചേതൻ കണ്ടെത്തിയത്? അയാൾ ഞെട്ടലോടെ മിഴിച്ചു നിൽക്കുന്നത് കണ്ടതും, എന്താ കണ്ണും മിഴിച്ചു നിൽക്കുന്നത്? നിന്റെ ഡ്രസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പണം മുഴുവൻ പുറത്തേക്കെടുക്കാം, ചേതൻ പറഞ്ഞു. ശങ്കർ ഇപ്പോഴും സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. ചേതൻ ആ മോതിരം കൊടുത്ത് തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പണം കൊണ്ട് ഇവിടെ നിന്നും നാട്ടിലേക്ക് പോകാം,
അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ജനങ്ങളെ പറ്റിച്ച് പണം സമ്പാദിക്കാം എന്നായിരുന്നു അയാൾ കരുതിയിരുന്നത്. ചേതന് തന്റെ കയ്യിൽ ആകെയുള്ള പണം കൂടി കൊടുത്താൽ ലേലത്തിന് വെക്കാനുള്ള വസ്തുക്കൾ വാങ്ങാൻ കൂടി തന്റെ കയ്യിൽ പണമില്ലാതെയാകും എന്നോർത്തുള്ള വിഷമത്തിലായിരുന്നു അയാൾ. അതിനിടയിലും ചേതന ആ പണത്തെക്കുറിച്ച് എങ്ങനെ കണ്ടെത്തി എന്നുള്ള ചോദ്യം അയാളുടെ ഉള്ളിൽ നിലനിന്നു. ചേതനെ പോലെ ചെറുപ്രായത്തിലുള്ള ഒരുവന് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത്? അവൻ അതീവ ബലശാലിയാണെന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവുണ്ട്. ഇതെല്ലാം അവനെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യമായിരുന്നു ശങ്കറിന്റെ ഉള്ളിൽ. ശങ്കറിനോട് പണം പുറത്തെടുക്കാൻ പറഞ്ഞിട്ടും അയാളുടെ അനക്കമൊന്നും ഇല്ലാത്തത് കണ്ട് ചേതൻ അയാളുടെ വസ്ത്രം വലിച്ചു കീറി. അവൻ പ്രതീക്ഷിച്ചതുപോലെ അയാളുടെ വസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നും കുറെ നോട്ട് കെട്ടുകൾ താഴേക്ക് വീണു. നോട്ടുകളുടെ എണ്ണം കണ്ട് ചേതൻ സ്തംഭിച്ചു നിന്നുപോയി. ഈ ശങ്കർ ഒരു കാട്ടുകള്ളം തന്നെ. ഇതൊക്കെ ആരെ പറ്റിച്ചുണ്ടാക്കിയതാണോ എന്തോ അവൻ ചിന്തിച്ചു. തന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത്ര പണം എവിടുന്നാണോ വന്നത്? തന്റെ ജീവനേക്കാൾ മുഖ്യമായിരുന്നോ തനിക്ക് പണം? ചേതൻ അയാളോട് ചോദിച്ചുകൊണ്ട് ആ പണമെല്ലാം എടുത്ത് തന്റെ പോക്കറ്റിൽ വെച്ചു. തന്റെ മോതിരവും അതിനോടൊപ്പം തന്നെ കയ്യിലെ പണവും പോയതോർത്ത് ശങ്കർ ആകെ ദുഃഖത്തിലായി. ലക്ഷപ്രഭുവിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് കയ്യിൽ ഒന്നുമില്ലാത്ത ദരിദ്രനായി മാറിയ തന്റെ അവസ്ഥ ഓർത്ത് അയാൾ കിടന്ന് കരയാൻ തുടങ്ങി. അത് കണ്ട ചേതൻ അയാളുടെ തലയിൽ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചു. നീ കൊള്ള, സ്വന്തം നാട്ടിൽ നിന്ന് ജനങ്ങളെയും ചില്ലറ വ്യാപാരികളെയും കബളിപ്പിച്ച് പണം തട്ടി അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്നു. എന്നിട്ട് ഇവിടത്തെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് പിന്നെയും പണമുണ്ടാക്കി. വാക്കുകൾ കൊണ്ട് ആളെ മയക്കുന്ന വിദ്യ സ്വായത്തമാക്കി അതൊരു തൊഴിലാക്കി മാറ്റി സുഖമായി ജീവിക്കുകയായിരുന്നല്ലേ നീ? ചേതൻ അയാളോട് ചോദിച്ചു. ചേതന്റെ വാക്കുകൾ ശങ്കറിൽ ഞെട്ടലുളവാക്കി. ഈ നാട്ടിലെ ആർക്കും ശങ്കറിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയില്ലായിരുന്നു. എന്തിന് അയാളുടെ കൂട്ടാളികളായി നിന്ന വ്യാപാരികൾക്ക് പോലും ഇക്കാര്യം ഒന്നും അറിയില്ലായിരുന്നു. ചേതനെ പോലെ എല്ലാം അറിയുന്ന ഒരു അസാധാരണ മനുഷ്യനെ അയാൾ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അയാൾ അവനെ സൂക്ഷിച്ചു നോക്കിയതും ചേതന്റെ കണ്ണുകളിൽ പ്രത്യേകതരം തിളക്കമുണ്ടെന്ന് തോന്നി. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? സത്യത്തിൽ നീ ആരാണ്? അധ്യായം 43. ചേതൻ സത്യത്തിൽ ആരാണെന്നറിയാൻ ശങ്കറിന് ആകാംക്ഷ വന്നു. പക്ഷേ അയാളുടെ ചോദ്യങ്ങൾക്ക് ഒരു പരിഹാസ ചിരി നൽകി അവഗണിച്ചതല്ലാതെ അവൻ മറുപടി നൽകിയില്ല. നേരത്തെ അയാളുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിച്ചു വെച്ചിരുന്ന പണം അവനെടുത്തപ്പോൾ ശങ്കറിന് ദുഃഖമാണ് തോന്നിയത്. പക്ഷേ ഇപ്പോൾ അയാളുടെ ഉള്ളാകെ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ആളുകളെ കബളിപ്പിക്കുന്ന കാര്യം ചേതൻ മനസ്സിലാക്കിയത് രാവിലെ നടന്ന സംഭവങ്ങളിലൂടെയാണെന്ന് വെക്കാം. പക്ഷേ സ്വന്തം നാട്ടിൽ താനുണ്ടാക്കിയ പ്രശ്നം ഇവൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യമായിരുന്നു ശങ്കറിന്റെ ഉള്ളിൽ. കൂടാതെ വാക്കുകൾ കൊണ്ട് ആളുകളെ മയക്കുന്ന ഒരു വിദ്യ ശങ്കർ പഠിച്ചിരുന്നു. പക്ഷേ അങ്ങനൊരു വിദ്യ തനിക്ക് വശമുള്ളത് ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെയിരിക്കെ ചേതൻ അതെങ്ങനെ മനസ്സിലാക്കി? ആളുകളെ വാക്കുകൾ കൊണ്ട് മയക്കുന്ന വിദ്യ ആർക്കും അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാത്ത ഒന്നാണ്. മനുഷ്യരുടെ ആത്മാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന അത്തരം വിദ്യകൾ ആരും അറിയാതെ അന്യം നിന്ന് പോകരുതെന്ന് കരുതി അതറിയാവുന്നവർ രഹസ്യമായി ചിലർക്ക് അത് പകർന്നു കൊടുക്കും. പക്ഷേ അത് പഠിച്ചവർ ആരും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് പറയാറില്ല. അതുപോലെ തന്നെ ശരീരം ബലം കൂട്ടാനും മനോബലം കൂട്ടാനുമൊക്കെയും ഇതുപോലെയുള്ള രഹസ്യ വിദ്യകൾ പൊടിക്കൈകളായി ഉപയോഗിക്കാം. മനുഷ്യ ആത്മാവിനെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായതിനാൽ വാക്കുകൾ കൊണ്ട് ആളുകളെ മയക്കുന്ന വിദ്യ ആളുകളിൽ പ്രയോഗിക്കുന്നത് എത്ര ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയും അത് മികച്ച നിലയിൽ തന്നെ ഫലവത്താകുമായിരുന്നു. മുന്നിൽ നിൽക്കുന്നവൻ എത്ര ശക്തനാണെങ്കിലും അവന് ഈ വിദ്യയെക്കുറിച്ച് അറിയില്ലെങ്കിൽ അയാൾക്കൊരിക്കലും ആ വിദ്യയുടെ പ്രഭാവത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. കുറച്ചു നേരം മുമ്പ് ചേതന്റെ അടുത്ത് ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ശങ്കർ കരഞ്ഞതുവരെ ഈ വിദ്യ ഉപയോഗിച്ചാണ്. ചേതൻ പണത്തിനു പകരം അയാള് വെറുതെ വിടാമെന്ന് സമ്മതിച്ചത് കണ്ട് അവൻ അയാളുടെ വിദ്യയിൽ മയങ്ങിപ്പോയി എന്നാണ് ശങ്കർ കരുതിയത്. പക്ഷേ ചേതൻ അതിൽ വീണില്ല എന്നുള്ളത് ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. അത് മാത്രമല്ല, ചേതന് ആ വിദ്യയെക്കുറിച്ച് അറിവുണ്ടാകുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ചേതന്റെ മുമ്പിൽ നഗ്നനായി നിൽക്കുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. ചേതൻ അയാളുടെ ഉള്ളിലുള്ളതെല്ലാം ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തുന്നത് പോലെ. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിയാവുന്ന ചേതന്റെ മുമ്പിൽ അയാൾക്ക് എങ്ങനെ ഭയപ്പെടാതിരിക്കാൻ കഴിയും? ഭീതിയും ഞെട്ടലും കലർന്ന ഭാവത്തോടെ അയാൾ ചേതനെ നോക്കി. എന്താ ഒന്നും പറയാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാണോ? ആണെങ്കിൽ നീ അത് അറിയാത്തതാണ് നല്ലത്. എനിക്ക് നിന്നെക്കുറിച്ച് ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പോ ഞാൻ നിന്നെ വെറുതെ വിടാം. പക്ഷേ നീ ജനങ്ങളെ വിഡ്ഢികളാക്കി പണം ഉണ്ടാക്കുന്ന ആ പണിയുണ്ടല്ലോ,
അത് ഇന്നത്തോടെ കൂടി നിർത്തിക്കൊള്ളണം. ഇനി നീ ആരെങ്കിലും പറ്റിച്ചെന്ന് ഞാൻ കേട്ടാ അന്ന് നിന്റെ അവസാനത്തെ ദിവസമായിരിക്കും. പറ്റുമെങ്കിൽ ഇനിയുള്ള ജീവിതം മറ്റുള്ളവർക്ക് 4 ഉപകാരം ചെയ്ത് നന്നാവാൻ നോക്ക്. അങ്ങനെയെങ്കിലും നീ ഇത്രയും കാലം ചെയ്ത പാപങ്ങളൊക്കെ തീരട്ടെ. അയാളുടെ അടിവയറ്റിൽ തൊഴിച്ചുകൊണ്ട് ചേതൻ പറഞ്ഞു. അയ്യോ അമ്മേ! അയാൾ വേദന കൊണ്ട് അലറി. അയാളുടെ നിലവിളി അവിടമാകെ മുഴങ്ങിക്കേട്ടു. ചേതൻ അധികം ശക്തി കൊടുക്കാതെയാണ് അടിച്ചതെങ്കിൽ പോലും അയാളുടെ എല്ലുകൾ ഒടിഞ്ഞിരുന്നു. ചേതൻ തൊഴിച്ചത് അയാളുടെ ലൈഫ് ഗേറ്റ് അക്യു പോയിന്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ ഉള്ളിൽ നിന്ന് ഓറ മെല്ലെ നശിക്കാൻ തുടങ്ങി. അയാൾ വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഓറയെല്ലാം ചേതന്റെ ഒരടി കൊണ്ട് ഇല്ലാതായി. കൂടെ തന്നെ ശങ്കറിന്റെ ശക്തികളും. അയ്യോ, എന്റെ ശക്തികളെല്ലാം എന്നെ വിട്ട് പോവുകയാണല്ലോ! അയാൾ വേദനയാൽ അലറിക്കൊണ്ട് പറഞ്ഞു. അയാൾക്ക് ചേതനോട് വല്ലാത്ത വെറുപ്പും പകയും തോന്നി. പക്ഷേ അത് പുറത്തു കാട്ടിയാൽ തനിക്ക് ആപത്താണ് എന്ന് മനസ്സിലാക്കി അയാൾ അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു. വേദനയിൽ പുളയുമ്പോഴും അയാൾ ചേതനെ കുറിച്ച് ഒരു വാക്ക് പോലും മോശമായി പറഞ്ഞില്ല. ചേതനോട് കളിച്ചാൽ അവൻ തന്നെ വെറുതെ വിടില്ലെന്നും അവൻ വളരെയധികം ശക്തിശാലിയാണെന്നും അയാൾക്ക് അറിയാമായിരുന്നു. ഇവൻ മനുഷ്യനൊന്നുമല്ല, ചെകുത്താനാണ്. എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി നരകത്തിൽ നിന്ന് വന്ന ചെകുത്താൻ, ശങ്കർ മനസ്സിൽ പറഞ്ഞു. നേരം കുറെയായതിനാൽ ചേതൻ ശങ്കറിൽ നിന്ന് ലഭിച്ച പണമെല്ലാം എടുത്ത് അയാളെ വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു നടന്നു. നടന്ന് അവൻ വീട്ടിലെത്തിയപ്പോൾ സമയം രാത്രി 1 മണി കഴിഞ്ഞിരുന്നു. ഇന്നൊരു ദിവസം കൊണ്ട് അവൻ പലതിലൂടെ കടന്നുപോയെങ്കിലും അവന് അതിന്റെ യാതൊരുവിധ തളർച്ചയുമില്ലായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അവന്റെ ഉള്ളിലെ ലൈബ്രറി അവന് സഹായമേകി. ഒരുപക്ഷെ അതില്ലായിരുന്നുവെങ്കിൽ അവന് അതൊന്നും തരണം ചെയ്യാൻ കഴിയില്ലായിരുന്നു. സ്വാമിനാഥൻ സാറിന്റെ വീട്ടിലെ ഡോൺ 6 പുസ്തകങ്ങൾ അന്വേഷിച്ച് ചെന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ കൂടിയും അവന് ഉപകാരപ്പെടുന്ന മറ്റു പല പുസ്തകങ്ങൾ അവൻ അവിടെ നിന്ന് കിട്ടിയിരുന്നു. ആ പുസ്തകങ്ങളിൽ പവർഫുൾ ആയ ഒരുപാട് ഫൈറ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം ഓർത്തെടുക്കാൻ ചേതന് ധ്യാന നിലയിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ചേതൻ തന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറിയുടെ ഉള്ളിൽ ചെന്ന് അതിലെ പുസ്തകങ്ങൾ പല ഭാഗങ്ങളായി തിരിച്ചു വെക്കാൻ ആഗ്രഹിച്ചു. ശേഷം മനസ്സ് ഏകാഗ്രമാക്കി ഡോൺ 6 സ്റ്റേജിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ നോക്കിയതും അവന് തന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. അവൻ ഞെട്ടലോടെ തന്റെ തല വെട്ടിച്ചു. ഇതെന്താ ഇങ്ങനെ? ആ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുമ്പോ എനിക്കെന്താ തലവേദനിക്കുന്നത്? ഈ അവസ്ഥയിൽ വീണ്ടും ഇത് വായിക്കാൻ ശ്രമിച്ച എന്റെ ശക്തികൾ നശിച്ചു പോകുമല്ലോ. ചേതൻ ചിന്തിച്ചു. അപ്രതീക്ഷിതമായി വന്ന ആ തലവേദന അവനിൽ ഭയമുണ്ടാക്കി. അവൻ ആ പുസ്തകങ്ങളിൽ നിന്ന് വേണ്ട ഭാഗങ്ങൾ മാത്രം എടുത്താലും അവ തമ്മിൽ ഒന്നും യോജിക്കുന്നുണ്ടായിരുന്നില്ല. പരസ്പരം ബന്ധമില്ലാത്തവ പോലെയായിരുന്നു അവയെല്ലാം. എന്തോ എവിടെയോ പാളിയിട്ടുണ്ടല്ലോ. ഇനി ഈ പ്രശ്നം വരാൻ നോക്കണം. ഇതിനായുള്ള പരിഹാരം കണ്ടുപിടിക്കാൻ ചേതൻ മനസ്സിൽ ഉറപ്പിച്ചു. ഡോൺ 6 സ്റ്റേജിന് ആവശ്യമായ മുറകൾ ഒന്നും തന്നെ ഫോം ചെയ്യാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ കൂടി അവൻ അതിനു മുൻപുള്ള നിലകളിലെ എല്ലാ മുറകളും ഒന്നുകൂടി റിവേഴ്സ് ചെയ്ത് നോക്കിയിട്ടാണ് ചേതൻ ഉറങ്ങാൻ കിടന്നത്. പിറ്റേ ദിവസമായതും വിമൽ അവന്റെ മുത്തശ്ശൻ നരേന്ദ്രനെ കാണുവാനായി ചെന്നു. വിമലിന്റെ ഉള്ളിലെ ആശങ്ക അവൻ പറയാതെ തന്നെ അദ്ദേഹത്തിന് അവന്റെ മുഖത്തു നിന്നും മനസ്സിലായിരുന്നു. വിമലിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുത്തശ്ശൻ എന്നെ സഹായിക്കണം, മുത്തശ്ശന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് വിമൽ കരയാൻ തുടങ്ങി. അവന്റെ കരച്ചിലിന്റെ ശബ്ദം ആ മുറിയിലാകെ അലയടിച്ചിരുന്നു. ഇതുവരെയും വിമൽ തനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനുള്ള പരിഹാരവും എളുപ്പം കണ്ടുപിടിച്ചിരുന്ന ഒരാളാണ്. അവന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് അവൻ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ചേതന് മുമ്പിൽ ഏറ്റ പരാജയം അവനെ വല്ലാതെ ബാധിച്ചിരുന്നു. അതിനാൽ തന്നെയാണ് ചേതനെ ഒതുക്കുവാനായി മുത്തശ്ശന്റെ സഹായം ചോദിച്ച് വിമൽ ഇതിനു മുമ്പ് വന്നത്. അന്ന് അവന്റെ മുത്തശ്ശൻ തന്റെ പ്രിയപ്പെട്ട സിംഹമായ ലിയോനെ അവന് അവന്റെ സംരക്ഷണത്തിനായി നൽകി. പക്ഷേ ലിയോ അവനെ സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ചേതന്റെ വാക്ക് കേട്ട് തിരിച്ച് ആക്രമിക്കുകയും ചെയ്തു. ലിയോ തന്നെ അനുസരിക്കാതെ ചേതനനുസരിച്ച് തനിക്കെതിരെ തിരിഞ്ഞത് അവന്റെ ആത്മാഭിമാനം തകർത്തിരുന്നു. അതുകൊണ്ട് ലിയോനെ തനിക്ക് തന്ന തന്റെ മുത്തശ്ശന്റെ അടുത്ത് തന്നെ ചെന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കാമെന്ന് കരുതി വന്നതാണ് വിമൽ. ലിയോയും അവിടെ ഉണ്ടായിരുന്നു. മോനെ, നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് നിന്റെ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാണ്. എന്താ പറ്റിയത്? എന്താ മോന്റെ പ്രശ്നം? എന്താണെങ്കിലും പറയേ, മുത്തശ്ശനൊരു തീരുമാനം ഉണ്ടാക്കാം. നിന്റെ അടുത്ത് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ? നരേന്ദ്രൻ അവനോട് ചോദിച്ചു. മുത്തശ്ശ, എന്നോട് ഒരുത്തം വന്നുടക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ പ്രശ്നത്തിലുള്ള പ്രധാന കാരണം മുത്തശ്ശൻ എനിക്ക് തന്ന ആ സിംഹമാണ്.
വിമൽ തന്റെ മനസ്സ് തുറന്നു. എപ്പോഴും താൻ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു സിംഹമായിരുന്നു ലിയോ. പിന്നെ എങ്ങനെയാണ് അത് വിമലിന്റെ പ്രശ്നത്തിന് കാരണമായി എന്ന് പറയുന്നത്? നരേന്ദ്രന് വിമലിന്റെ വാക്കുകൾ വിശ്വസിക്കാനായില്ല. മോനെ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിനക്ക് തന്ന എന്റെ അടിമമൃഗം ഒരിക്കലും എന്റെ ഉത്തരവ് അനുസരിക്കാതിരുന്നിട്ടില്ല. അങ്ങനെയുള്ള അത് ഇപ്പോൾ എന്തു പ്രശ്നമുണ്ടാക്കിയെന്നാണ് നീ പറയുന്നത്? നരേന്ദ്രൻ ചോദിച്ചു. മുത്തശ്ശ, ആദ്യം ഞാൻ പറയുന്നതൊക്കെ കേട്ടല്ലയോ നടന്നിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്കൊരു പ്രശ്നം വന്നപ്പോ അത് എനിക്ക് നേരെ തിരിഞ്ഞു. വിമൽ വിഷമത്തോടെ പറഞ്ഞു. നീ വന്നപ്പോ മുതൽ പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നതല്ലാതെ എന്ത് പ്രശ്നമാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതറിഞ്ഞാലല്ലേ എനിക്ക് എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റൂ. അയാൾ അക്ഷമനായി പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞത് എന്ത് വന്നാലും ലിയോ എന്നെ സംരക്ഷിക്കുമെന്നല്ലേ? എന്നിട്ട് ആ ചേതൻ എന്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞത് ആ ജന്തു കേട്ടില്ലെന്ന് മാത്രമല്ല, അവൻ പറഞ്ഞത് കേട്ട് എന്റെ അടുത്ത് വന്ന് എന്നെ ആക്രമിച്ചു. ഞാൻ മുത്തശ്ശന്റെ കൊച്ചുവരല്ലേ മുത്തശ്ശ? എന്നിട്ടും എന്താ സംഭവിച്ചേ? വിമൽ കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. നരേന്ദ്രൻ വിമൽ പറഞ്ഞത് കേട്ട് ആകെ ഞെട്ടലിലായിരുന്നു. അയാൾ ആശയക്കുഴപ്പത്തോടെ ലിയോയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. വിമൽ പറയുന്നതെല്ലാം സത്യമാണോ കള്ളമാണോ എന്നറിയില്ലല്ലോ. ഇത്രയും നാൾ ഞാൻ കൊടുക്കുന്ന തീറ്റയും തിന്ന് ഞാൻ പറയുന്നത് അനുസരിച്ചും കഴിഞ്ഞിരുന്ന ലിയോ ഒരു പ്രശ്നം വന്നപ്പോ വിമലിനെതിരായി തിരിഞ്ഞെന്നോ? അങ്ങനെ നടക്കാൻ വഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നരേന്ദ്രൻ വിമലിനെ നോക്കി. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. എന്റെ ലിയോ അങ്ങനെ ഒരു അനുസരണക്കേട് കാണിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല, അദ്ദേഹം അവനോട് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞത് കള്ളമാണെന്നാണ് മുത്തശ്ശൻ പറയുന്നത്? ഞാൻ പറഞ്ഞതാണ് സത്യം. ഈ സിംഹു ഒരു വഞ്ചകനാണ്. വിമൽ നരേന്ദ്രൻ പറഞ്ഞത് കേട്ട് ദേഷ്യത്തിൽ അലറി. എന്നിട്ടും അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ നരേന്ദ്രനായില്ല. അയാൾക്ക് ലിയോയിൽ വലിയ വിശ്വാസമായിരുന്നു. വിമലിന് വന്യമൃഗങ്ങളെ അടക്കി നിർത്താൻ വലിയ അറിവില്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതെന്ന് അദ്ദേഹം വിചാരിച്ചു. വന്യമൃഗങ്ങളെ അടക്കി അവയെ വളർത്തു മൃഗങ്ങളാക്കി മാറ്റിയാലും അവയെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഒന്നും ചെയ്യിക്കാൻ സാധിക്കില്ല. അതിനെ വളർത്തുന്നവർ ആ മൃഗങ്ങളെ തങ്ങൾക്ക് സമമായി കണ്ട് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. അവർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും അടിമയുടേതും യജമാന്റേതും തമ്മിലുള്ളതാകരുത്. കാരണം ആ മൃഗങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻതൂക്കം കൊടുക്കുക. താല്പര്യമില്ലെങ്കിൽ ലിയോ ഒന്നും ചെയ്യില്ല. അതെല്ലാം ഓർത്തുകൊണ്ട് നരേന്ദ്രൻ വിമലിനോട് പറഞ്ഞു. വിമൽ, നിനക്ക് അതിന്റെ അടുത്ത് ശരിയായ രീതിയിൽ ഉത്തരവിടാൻ അറിയാത്തത് കൊണ്ടായിരിക്കും. മുത്തശ്ശൻ പിന്നെ എന്തിനാ എന്റെ തലയിൽ തന്നെ കുറ്റം കൊണ്ടുവന്നിരുന്നത്? ഇതെന്റെ തെറ്റാണ് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ഇതെന്നെ സംരക്ഷിക്കാൻ മുത്തശ്ശൻ തന്നോട്ട് സിംഹമല്ലേ? മുത്തശ്ശൻ നേരിട്ട് അതിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും അത് ചേതന്റെ കൂടെ പോയെന്ന് മാത്രമല്ല, അവൻ പറയുന്നത് കേട്ട് എന്നെ ആക്രമിക്കുകയും ചെയ്തില്ലേ? ഞാനിത് എത്ര പറഞ്ഞിട്ടും എന്താ മുത്തശ്ശന് വിശ്വാസമാവാത്തത്? നരേന്ദ്രൻ പറയുന്നത് കേട്ട് വിമൽ വീണ്ടും ദേഷ്യത്തിൽ ചോദിച്ചു. വിമൽ ഇപ്പോൾ പറഞ്ഞത് നരേന്ദ്രന് ന്യായമായി തോന്നി. വിമലിനെ സംരക്ഷിക്കാൻ താൻ പറഞ്ഞു വിട്ടിട്ടും അത് അവനെതിരായി വരാൻ പാടില്ലായിരുന്നു. അയാൾ ചിന്തിച്ചു. വിമൽ കോപത്തിൽ ലിയോയെ നോക്കിയതും ലിയോ വിമലിനെ നോക്കി ഗർജിച്ചു. അത് കണ്ട് വിമലിന്റെ കോപം ഒന്നുകൂടി വർദ്ധിച്ചു. ലിയോ ചേതന്റെ അടുത്തായിരുന്നപ്പോൾ അവന്റെ കൈ നക്കി ഒരു പട്ടിക്കുഞ്ഞിനെ പോലെ ആയിരുന്നു പുറകെ നടന്നിരുന്നത്. എന്തിന്? മുത്തശ്ശന് കൊടുത്തിരുന്ന അതേ ബഹുമാനം അത് ചേതനും കൊടുത്തിരുന്നു. എന്നാൽ അതേ സിംഹം ഇപ്പോൾ തന്നെ നോക്കി ഗർജിക്കുകയാണ് ചെയ്യുന്നത്. വിമലിന് ദേഷ്യം സഹിക്കാനായില്ല. ലിയോയുടെ ഗർജനം കണ്ട് നരേന്ദ്രൻ ആകെ ആശ്ചര്യത്തിലായി. എവിടെയോ എന്തോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത്രയും നാൾ പറയുന്നതെല്ലാം അനുസരിച്ച് നടന്നിരുന്ന സിംഹം ഇപ്പോ ഇങ്ങനെ പെരുമാറുന്നത് അദ്ദേഹത്തിൽ സംശയം ഉളവാക്കി. നരേന്ദ്രൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിമൽ അദ്ദേഹത്തെ നോക്കി പരാതി പറഞ്ഞു. കണ്ടോ, മുത്തശ്ശിനെ മുമ്പിൽ വെച്ച് തന്നെ അതെന്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്നെന്ന് ഇപ്പൊ മനസ്സിലായോ? കുഴപ്പം എന്റെ അടുത്തല്ലാന്ന്. ലിയോ ഇങ്ങനെ പെരുമാറുന്നത് കണ്ട് നരേന്ദ്രനും ദേഷ്യം വന്നെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അയാൾ വിമലിനെ സമാധാനിപ്പിച്ചു. ശരി വിമൽ, ലിയോയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അതെന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നിന്നോട് പറയാം. ഇപ്പോ നീ തിരിച്ചു പോ, അദ്ദേഹം അവനോട് പറഞ്ഞു. അത് കേട്ടതും വിമലിൽ ദേഷ്യം അധികരിച്ചു. മുത്തശ്ശനിൽ നിന്ന് ഒരു പരിഹാരം പ്രതീക്ഷിച്ചാണ് അവൻ ഇവിടേക്ക് വന്നത്. എന്നാൽ അദ്ദേഹം തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലായതോടെ അവൻ കോപത്തോടെ അദ്ദേഹത്തെ നോക്കി. അധ്യായം
44. നരേന്ദ്രൻ വിമലിന്റെ അടുത്ത് സിംഹത്തിന്റെ കാര്യം താൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അവനോട് അവിടെ നിന്നും പൊയ്ക്കോളാൻ പറഞ്ഞു. അത് കേട്ട് ദേഷ്യം വന്ന വിമൽ അദ്ദേഹത്തെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. എന്താ വിമൽ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോക്കിക്കോളാമെന്ന്, പിന്നെയും ഇവിടെ എന്തു നോക്കി നിൽക്കുക? ലിയോനെ നിയന്ത്രിച്ചെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം ചേതനെ കുറിച്ചോ എന്താ ഉണ്ടായതെന്നോ ചോദിച്ചില്ല എന്നോർത്ത് വിമലിന് ദേഷ്യം കൂടി. മുത്തശ്ശനെ ചേതനെതിരെ തിരിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടു വിമൽ ചേതൻ കാരണമുണ്ടായ മറ്റൊരു പ്രശ്നം തന്റെ മുത്തശ്ശന് മുമ്പിൽ അവതരിപ്പിച്ചു. സിംഹത്തിന്റെ കാര്യം മുത്തശ്ശൻ നോക്കുന്ന എനിക്കറിയാം, പക്ഷേ ചേതനെയോ? അവൻ ഞാൻ മുത്തശ്ശന്റെ കൊച്ചുമനാണെന്ന് അറിഞ്ഞിട്ടും അത് വകവയ്ക്കാതെയാണ് എല്ലാരും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചത്. അതിൽ എനിക്ക് മാത്രമാണോ നാണക്കേട്? അവൻ എന്നോട് ചെയ്തത് മുത്തശ്ശന് കൂടി നാണക്കേടല്ലേ? ഒന്നുമില്ലെങ്കിലും മുത്തശ്ശൻ ആരാണെന്നെങ്കിലും അവൻ ഓർക്കണ്ടേ? വിമൽ ചോദിച്ചത് കേട്ട് നരേന്ദ്രൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇത്തവണ ഞാൻ ചേതനോട് വഴക്കിന് പോകില്ല. പകരം മുത്തശ്ശൻ വേണം എനിക്ക് വേണ്ടി അവനോട് പകരം ചോദിക്കാൻ. അവന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് അവനെ മാജിക് സ്കൂളിൽ നിന്ന് പുറത്താക്കണം മുത്തശ്ശ. അവന് കഴിഞ്ഞ ടീച്ചേഴ്സ് എലിജിബിലിറ്റി എക്സാമിൽ 0 മാർക്കാണ് ലഭിച്ചത്. അതുകൊണ്ട് അവനെ അവിടുന്ന് പറഞ്ഞയക്കാൻ മുത്തശ്ശന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പോലെ അവൻ വീണ്ടും പറഞ്ഞു. നിനക്ക് ചേതനോടുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാവും. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷേ അവന് നീ പറയുന്നത് പോലെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് സ്കൂളിൽ നിന്ന് പുറത്താക്കാനൊന്നും എനിക്ക് പറ്റില്ല. ശക്തമായ കാരണങ്ങളില്ലാതെ എനിക്ക് അവനെ ഒന്നും ചെയ്യാനാവില്ല. നരേന്ദ്രൻ അവനോട് പറഞ്ഞു. മാജിക് അക്കാദമിയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ തക്കതായ കാരണങ്ങളില്ലാതെ പിരിച്ചുവിടാൻ ആർക്കും സാധിക്കില്ല. അത് മാത്രമല്ല, മാജിക് അക്കാദമിയുടെ നിയമങ്ങൾ പ്രകാരം ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ പോലും ആ ടീച്ചറിന് അവിടെ പഠിപ്പിക്കാം. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ ചേതന് 0 ലഭിച്ചത് കൊണ്ട് ഇത്തവണ അവന് സ്റ്റുഡൻസ് ആരും ഉണ്ടാകില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവൻ 5 സ്റ്റുഡൻസിനെ ചേർത്തു. അത് മാത്രമല്ല, ആ സ്റ്റുഡൻസിൽ ചിലരെല്ലാം റാങ്കിങ്ങിൽ ആദ്യത്തെ 100 പേരിൽ പെട്ടവരാണ്. ചേതന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോഴുള്ള ചേതൻ ആ പഴയ ചേതൻ തന്നെയാണോ എന്ന് വരെ അവിടെയുള്ളവർക്ക് സംശയം തോന്നാറുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് എല്ലാം നരേന്ദ്രൻ വിമലിനോട് പറഞ്ഞതും വിമലിന് തന്റെ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. അപ്പോഴാണ് വിമലിന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. മുത്തച്ഛ, ചേതനെ കൊടുക്കാൻ എന്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട്. അവന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു കുരുക്കാത്. എഡ്വിൻ സാറിന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, ഋഷി. ചേതൻ ഫോഴ്സ് ചെയ്ത് ഋഷിയെ അവനെ സ്റ്റുഡന്റ് ആക്കി മാറ്റിയതാ. ഋഷിക്കാണെങ്കിൽ അവന്റെ കീഴിൽ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല അത്രേ. ഞാനിതിനെ കുറിച്ച് എഡ്വിൻ സാറിനോട് സംസാരിച്ചിരുന്നു. സാർ എന്നിട്ട് റോയൽ കോർട്സിൽ അവനെതിരെ കേസ് കൊടുത്തു. ആ കേസിന്റെ വിധി വരുമ്പോ ചേതൻ എന്തായാലും കുറ്റവാളിയാണെന്ന് തെളിയും. അപ്പോ ആ അവസരം മുതലെടുത്ത് മുത്തച്ഛൻ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം, പ്ലീസ്. വിമൽ ചേതനോടുള്ള ദേഷ്യത്തിൽ പറഞ്ഞു. സത്യത്തിൽ എഡ്വിനോട് വെച്ച പന്തയത്തിൽ ജയിച്ചാണ് ചേതൻ ഋഷിയെ സ്റ്റുഡന്റ് ആയി നേടിയത്. പക്ഷേ മുത്തച്ഛനെ ചേതനെതിരെ തിരിക്കാൻ ഫോഴ്സ് ചെയ്തെന്നൊക്കെ അവൻ മനഃപൂർവ്വം വളച്ചൊടിച്ചാണ് അവതരിപ്പിച്ചത്. തന്റെ ഉദ്ദേശം നടക്കാൻ എന്തും പറഞ്ഞുണ്ടാക്കാൻ വിമൽ വിദഗ്ധനായിരുന്നു. നീ പറയുന്നത് സത്യമാണോ വിമൽ? ചേതൻ ശരിക്കും ഫോഴ്സ് ചെയ്ത് പ്രഷർ കൊടുത്താണോ ആ കുട്ടിയെ തന്റെ സ്റ്റുഡന്റ് ആക്കിയത്? വിമൽ പറഞ്ഞത് കേട്ട് നരേന്ദ്രൻ ചോദിച്ചു. അതെ മുത്തച്ഛ, ഞാൻ മുത്തച്ഛനോട് കള്ളം പറയൂ? ഭാവം ഏതും മാറാതെ അവൻ പറഞ്ഞു. നിനക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും അറിയാലോ? ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് നടന്നതെന്ന് ഉറപ്പല്ലേ? നരേന്ദ്രൻ ഒരു ഉറപ്പിനായി വീണ്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഉറപ്പാണ്, വിമൽ തറപ്പിച്ച് പറഞ്ഞു. എങ്കിൽ ഞാൻ വിചാരണയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ മോനെ. ഞാൻ തന്നെ വിചാരണയ്ക്കിരിക്കാം. എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ചേതനോട് എല്ലാ വിചാരണയിലും ഹാജരാവാൻ പറയണം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് കഴിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ആ കുട്ടിയില്ലേ, എന്താ അവന്റെ പേര് പറഞ്ഞേ? ആ, ഋഷി. അവൻ സത്യം പറയണം. ചേതൻ തന്നെ ഫോഴ്സ് ചെയ്താണ് സ്റ്റുഡന്റായി ചേർത്തതെന്ന് ഋഷി പറഞ്ഞ അടുത്ത ദിവസം തന്നെ ചേതന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ കഴിയും. നരേന്ദ്രൻ പറയുന്നത് കേട്ടതും വിമലിന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. താങ്ക്സ് മുത്തച്ഛ, ബാക്കി കാര്യം ഞാൻ ഏറ്റു, വിമൽ സന്തോഷത്തോടെ പറഞ്ഞു. ഒരു വ്യക്തി മാജിക് അക്കാദമിയിൽ ഒരു ടീച്ചറായി മാറണമെങ്കിൽ കുറച്ച് നിയമങ്ങൾ പാലിക്കാനുണ്ട്. അവർ ടീച്ചറായി കഴിഞ്ഞാലും ആ നിയമങ്ങൾ പിന്തുടരുക തന്നെ വേണം.
അങ്ങനെ ചെയ്യാതെ തെറ്റായ മാർഗത്തിലൂടെ പോകുന്ന ടീച്ചേഴ്സിനെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ടീച്ചേഴ്സ് കൗൺസിലും റോയൽ കോർട്ടും ഒക്കെ ഉള്ളത്. ശരിയായ മാർഗത്തിലൂടെ ജോലി എടുക്കുന്ന ടീച്ചറിന് മാത്രമേ ഒരു വിദ്യാർത്ഥിയെ ശരിയായ മാർഗത്തിലൂടെ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഏതെങ്കിലും വിധത്തിൽ തെറ്റുകൾ ചെയ്തു എന്ന് കണ്ടാൽ അവരുടെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള എല്ലാ അധികാരവും റോയൽ കോർട്ടിനും ടീച്ചേഴ്സ് കൗൺസിലിനും ഉണ്ടായിരുന്നു. ഒരു ടീച്ചർ സ്റ്റുഡന്റിനെ ഫോഴ്സ് ചെയ്താണ് തന്റെ കീഴിൽ ചേർത്തതെങ്കിൽ ആ കുട്ടിക്ക് ആ സ്കൂളിന് മീതെയുള്ള വിശ്വാസം നഷ്ടമാകും. അതുതന്നെയാണ് അങ്ങനെയുള്ള ടീച്ചേഴ്സിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നിയമമുള്ളത്. ഋഷിയെ വിചാരണ ചെയ്യുന്നതിലൂടെ അവനെ ഫോഴ്സ് ചെയ്താണോ ചേതൻ ചേർത്തത് അതോ അല്ലയോ എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ സാധിക്കും. നീ എന്നെ തോൽപ്പിച്ചു എന്നോർത്ത് അധികം സന്തോഷിക്കേണ്ട ചേതാ. നിനക്കുള്ള പണി വഴിയെ വരുന്നുണ്ട്. എഡ്വിൻ സാറും ഞാനും ചേർന്ന് നിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണി വടിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നും രക്ഷപ്പെടാന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഒരു കുറ്റവാളിയെ പോലെ നാണം കെട്ട് അക്കാദമിയുടെ പടിയിറങ്ങുന്നത് ഞാൻ കാണും. വിമൽ സ്വയം പറഞ്ഞുകൊണ്ട് വന്യമായി ചിരിച്ചു. തനിക്കെതിരെ നടക്കുന്ന ഈ പ്ലാനിംഗ് ഒന്നും അറിയാതെ കണ്ണാടിയിൽ തന്റെ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു ചേതൻ. ഞാനൊരു സുന്ദരൻ തന്നെ. സ്കിന്നൊക്കെ നോക്കി വെട്ടിത്തിളങ്ങുക. ഭൂമിയിലായിരുന്നെങ്കിൽ കടൽ കാണാൻ വരുന്ന പെമ്പിള്ളേരെല്ലാം എന്നെ തന്നെ നോക്കി നിന്നേനെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേതന്റെ ശരീരത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ കാരണം അവന്റെ ചർമ്മം പഴയതിനേക്കാൾ മൃദുലവും തിളക്കമുള്ളതുമായി മാറിയിരുന്നു. യാതൊരു മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ അവന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു. ചേതൻ ഇപ്പൊ കാണാൻ അവന്റെ പ്രായത്തേക്കാൾ ചെറുപ്പമായി തോന്നിച്ചു. ചേതനെ നേരത്തെ അറിയാത്ത ആരെങ്കിലും അവനെ ഇപ്പൊ കണ്ട അവനൊരു സ്റ്റുഡന്റ് ആണെന്ന് വരെ തെറ്റിദ്ധരിച്ചു പോകും. തന്നെ ഒന്നുകൂടി കണ്ണാടിയിലൂടെ ആകമാനം നോക്കി ചിരിച്ചുകൊണ്ട് ചേതൻ സ്കൂളിലേക്ക് ഇറങ്ങി. തന്റെ ക്ലാസ് റൂമിലെത്തിയതും ചേതൻ കണ്ടത് കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്ന ക്ലാസ് റൂമാണ്. അവിടെ അവന്റെ 5 സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അവർ എല്ലാവരും ചേർന്നാണ് ക്ലാസ് റൂം വൃത്തിയാക്കിയതെന്ന് അവന് മനസ്സിലായി. അവരെല്ലാം ചേതന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ വളരെ ഉത്സാഹത്തോടെയായിരുന്നു അവിടെ നിന്നിരുന്നത്. ചേതനെ കണ്ടതും അവരെല്ലാം ബഹുമാനത്തോടെ അവനെ നോക്കി. ആദ്യം ചേതന്റെ കീഴിൽ ചേർന്നപ്പോൾ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയ കഴിവ് കെട്ട ഒരു ടീച്ചർ അവരെല്ലാം പറ്റിച്ച് അവന്റെ കീഴിൽ ചേർത്തതാണ് എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ചേതൻ ഒരു 0 വാങ്ങിയ ടീച്ചർ അല്ല, ഹീറോ ആയ ടീച്ചറാണെന്ന് അവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് മേഘയ്ക്കാണ് ചേതന്റെ കഴിവിനെ കുറിച്ച് കൂടുതൽ മതിപ്പുണ്ടായത്. തന്റെ കുടുംബത്തിലെ എല്ലാവരുടെയും മുന്നിൽ ചേതൻ പഠിപ്പിച്ചതെല്ലാം ചെന്ന് പറഞ്ഞ് അവനെ പുകഴ്ത്തുകയായിരുന്നു മേഘയുടെ പ്രധാന പണി. ദർശനെ കൂടെ ചേതന്റെ കീഴിൽ ചേർക്കാൻ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് പറഞ്ഞാണ് അവളുടെ അച്ഛൻ അവളെ തിരിച്ചു പറഞ്ഞയച്ചത് വരെ. ഈ ഒരു സംഭവത്തിൽ പിന്നെ ചേതൻ ഒരു സാധാരണ ടീച്ചറല്ല എന്നുള്ളത് മേഘയ്ക്ക് മനസ്സിലായിരുന്നു. തന്റെ കുട്ടികളുടെ മുഖത്തെ സന്തോഷം കണ്ടതും അവരുടെ ഉള്ളിൽ എന്താണെന്ന് ഏതാണ്ടൊക്കെ ചേതൻ മനസ്സിലാക്കി. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ പുഷ്പവും ഒരു പുസ്തകവും സാറയുടെ കയ്യിലേൽപ്പിച്ചു. ഈ ആദ്യത്തെ പുഷ്പം പിഴിഞ്ഞ് അത് വെള്ളത്തിൽ ചേർത്ത് നീ കഴിക്കണം. പിന്നെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മുറകൾ നീ പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. സ്നേഹത്തോടെ ചേതൻ അവളോട് പറഞ്ഞു. തെറ്റായ ആയോധന മുറകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ് സാറയുടെ പ്രശ്നത്തിന്റെ പ്രധാന കാരണം. മാജിക് സ്കൂളിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം വായിച്ച് ചേതൻ അവൾക്ക് ചേരുന്ന ഒരു മെത്തേഡ് പുതിയതായി കണ്ടെത്തി. അവന് തന്റെ മാന്ത്രിക ലൈബ്രറി പറഞ്ഞു കൊടുത്ത വിദ്യയേക്കാൾ കുറച്ച് റിസ്ക് കുറഞ്ഞ വിദ്യയാണ് ചേതൻ അവൾക്കായി തയ്യാറാക്കിയതെങ്കിലും അത് വളരെ ഫലപ്രദമായ ഒന്നായിരുന്നു. സാറ അവന് മറുപടിയായി തലയാട്ടിക്കൊണ്ട് ആ പുസ്തകവും മരുന്നും അവനിൽ നിന്നും വാങ്ങി. അവൾ ആ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങിയതും ആ പുസ്തകത്തിലെ മഷി പുതിയതുപോലെ ഇരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അത് എഴുതിയിട്ട് അധികമൊന്നും ആയിട്ടില്ലെന്ന് കാണുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാകുമായിരുന്നു. അവൾ അതിലെ ഒരു പേജ് എടുത്ത് അത് എഴുതിയിരിക്കുന്ന ടെക്നിക്കിനെ കുറിച്ച് വായിച്ചു. അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സാർ, ഞാൻ ഈ അക്കാദമിയിൽ പുതിയതാണ്. പക്ഷെ ഒരുവിധപ്പെട്ട എല്ലാ ടെക്നിക്കുകളും ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടെക്നിക്കിനെ കുറിച്ച് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ പേരോ ഇത് കണ്ടുപിടിച്ച ആളുടെ പേരോ ഒന്നുമില്ലല്ലോ. അതെന്താ? സാറ തന്റെ സംശയം അവനോട് തിരക്കി. അവൾ നാട്ടുകൂട്ടത്തലവന്റെ മകളായതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ആ പുസ്തകങ്ങളിൽ നിന്ന് പല രഹസ്യ മുറകളെ കുറിച്ചും മറ്റുമൊക്കെ അവൾ നേരത്തെ പഠിച്ചിരുന്നു. അത് തന്നെയാണ് അവളെ ഇത്ര ബലശാലിയാക്കി മാറ്റിയതും. എന്നാൽ ചേതൻ ഇപ്പോൾ അവളെ ഏൽപ്പിച്ച പുസ്തകം
ഇതിനു മുമ്പ് അവൾ വായിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ആരെങ്കിലും പുതിയ രീതികൾ സൃഷ്ടിച്ചാലോ അങ്ങനെ ഒരു പുതിയ ടെക്നിക്കിനെ കുറിച്ച് എഴുതിയാലോ ആരാണോ അത് കണ്ടുപിടിച്ചത് അവരുടെ പേര് ആ ടെക്നിക്കിനോടൊപ്പം ഉണ്ടാവും. എന്നാൽ ഈ പുസ്തകത്തിൽ ആരുടെയും പേര് അവൾക്ക് കണ്ടെത്താനായില്ല. നിന്റെ ശരീരപ്രകൃതി അനുസരിച്ചാണ് സാറാ നിനക്ക് വേണ്ടി ഞാൻ ഈ പുസ്തകം എഴുതിയത്. അതുകൊണ്ടാണ് അതിനൊരു പേരില്ലാത്തത്. നിനക്ക് പേരില്ലാതെ അത് പഠിക്കാൻ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളൊരു പേരിട്ടോളൂ. ചേതൻ അവളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തു. മാന്ത്രിക ലൈബ്രറി തയ്യാറാക്കിയ പുസ്തകത്തിൽ നിന്ന് സാറയ്ക്ക് ആവശ്യമുള്ളവ മാത്രം എടുത്താണ് ചേതൻ ഈ പുസ്തകം എഴുതിയത്. അതുകൊണ്ട് തന്നെ അവൻ അതിൽ പേര് വെച്ചിരുന്നില്ല. പേര് വെക്കാനും അവന് താല്പര്യമില്ലായിരുന്നു. പിന്നെ സാറ ആ പുസ്തകത്തിന്റെ പേരിനെ കുറിച്ച് ചോദിക്കുമെന്ന് അവൻ കരുതിയില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ചോദ്യത്തിന് അവളുടെ സംശയം മാറ്റാൻ മാത്രമായി ചില മറുപടികൾ അവൻ കൊടുത്തു. എന്താ സാർ പറയുന്നേ? ഈ പുസ്തകം സാർ എഴുതിയതാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സാറിന് പേരതിൽ വെക്കാത്തത്? സാറ അവനോട് ചോദിച്ചു. ചേതൻ അവളോട് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന അവന്റെ എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. ചേതൻ എന്തുകൊണ്ടാണ് അവൻ തയ്യാറാക്കിയ പുസ്തകത്തിൽ അവന്റെ പേര് വെക്കാത്തത് എന്നുള്ളത് അവരെ കുഴപ്പിച്ചു. സാധാരണ ഒരു വ്യക്തി താൻ കണ്ടുപിടിച്ച ആയോധന മുറകളെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയാൽ അഭിമാനത്തോട് കൂടി തന്നെ അതിൽ തന്റെ പേര് എഴുതി ചേർക്കുമായിരുന്നു. കാരണം പുതിയൊരു മുറ കണ്ടുപിടിക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അതും ചേതൻ കണ്ടെത്തിയത് ഇതുവരെ അവിടെയുള്ളവർ തുടർന്നു പോന്നിരുന്നതിനേക്കാൾ മികച്ചതായിരുന്നു. അതിനെ ഒരു പുസ്തകമാക്കി മാറ്റിയിട്ട് പോലും എന്തുകൊണ്ട് ചേതൻ ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അവരെ കുഴപ്പത്തിലാക്കി. ചേതൻ തന്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് സാറ വീണ്ടും ചോദിച്ചു. സാർ, സത്യത്തിൽ ഈ പുസ്തകം സാർ തന്നെ എഴുതിയതാണോ? അതെ, ഇത് ഞാൻ എഴുതി തന്നെയാ. ചേതൻ അവൾക്ക് മറുപടി കൊടുത്തു. സത്യത്തിൽ ആ പുസ്തകം അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറിയുടെ സഹായത്തോടെ തയ്യാറാക്കിയതാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവനാണ് അത് എഴുതിയതെന്ന് ചേതൻ പറഞ്ഞു. അവന്റെ വിദ്യാർത്ഥികൾ 5 പേരും അത് കേട്ട് അവനെ അത്ഭുതത്തോടെ നോക്കി. ചേതനെ ഓർത്ത് അവർക്ക് അഭിമാനം തോന്നി. ഇതേ സമയം മറ്റൊരിടത്ത് വിമലാകട്ടെ ചേതനെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നത് സ്വപ്നം കണ്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. 45 ചേതൻ തയ്യാറാക്കിയ പുതിയ പുസ്തകം വായിച്ച് കുട്ടികളെല്ലാം ആശ്ചര്യത്തിലായിരുന്നു. വേവ് ബ്രേക്കർ എന്ന ടെക്നിക് സാറയുടെ കുടുംബത്തിലെ ഡോൺ 8 സ്റ്റേജിലുള്ള ഒരു പണ്ഡിതൻ പണ്ട് കണ്ടുപിടിച്ചതാണ്. പക്ഷേ അതിനേക്കാളും മികച്ചതും എളുപ്പത്തിൽ മനസ്സിലാവുന്നതുമായിരുന്നു ചേതൻ കണ്ടുപിടിച്ച അതിന്റെ പുതിയ രൂപമാറ്റം. ചേതന്റെ കഴിവുകളെ കുറിച്ച് അവന്റെ കുട്ടികളെല്ലാം മതിപ്പോടെ സംസാരിച്ചു. എല്ലാം വളരെ ലളിതമായി എഴുതിയതിന് ചേതനെ അവരെല്ലാം ബഹുമാനത്തോടെ നോക്കി. മാജിക് സ്കൂളിലെ ഏറ്റവും മികച്ച അധ്യാപകർക്ക് മാത്രം സാധിക്കുന്ന ഒന്നായിരുന്നു പുതിയ ടെക്നിക്കുകൾ രൂപപ്പെടുത്തുക എന്നുള്ളത്. എന്നാൽ എല്ലാവരും 0 എന്ന് വിളിച്ചിരുന്ന ചേതൻ അത് തനിക്കും സാധിക്കുമെന്ന് ചെയ്തു കാണിച്ചു. അതുമാത്രമല്ല, താൻ കണ്ടെത്തിയ ടെക്നിക്കിന് ചേതൻ സാറയോട് പേരിടാൻ പറഞ്ഞതും അവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തി. ഒരു പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ച് അതൊരു പുസ്തകമാക്കി മാറ്റുന്നവർ എല്ലാം ഒരു നിധി പോലെയായിരിക്കും ആ പുസ്തകത്തെ കൊണ്ടു നടക്കുക. തന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് ആ പുസ്തകം എന്ന് കാണിക്കാൻ വേണ്ടി അവർ അതിൽ തന്റെ പേരും എഴുതി ചേർക്കും. അങ്ങനെയുള്ളപ്പോൾ പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരാളെ പോലെ ചേതൻ ഇങ്ങനെ പെരുമാറുന്നത് അവർക്ക് അവിശ്വസനീയമായി തോന്നി. ഒരു മനുഷ്യൻ തന്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഈ കാലത്ത് കഠിന പ്രയത്നം കൊണ്ട് പുതുതായി ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ട് അതിന് പേരിടാനോ അതിൽ തന്റെ പേര് എഴുതി ചേർക്കാനോ തയ്യാറാകാത്ത ഒരാൾ ചേതൻ സാർ മാത്രമായിരിക്കും. അദ്ദേഹത്തെ പോലെ നല്ല മനസ്സുള്ള ഒരു മനുഷ്യനെ വേറെ ഒരിടത്തും കാണാൻ കിട്ടില്ല, സാറ ചിന്തിച്ചു. എന്നിട്ടും ചേതന് എന്തുകൊണ്ടാ മാജിക് അക്കാദമിയിൽ ഇത്ര ചീത്തപ്പേര്? ഇത്രയും അറിവുള്ള ഒരാൾ മനഃപൂർവ്വമല്ലാതെ എങ്ങനെ 0 വാങ്ങും? ആളുകളെല്ലാം ചേതൻ വെറും തോൽവിയാണ്, കുടിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചേതൻ എന്തുകൊണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കുട്ടികളുടെ എല്ലാവരുടെയും ഉള്ളിലൂടെ കടന്നുപോയി. ആൾക്കാർ പലതും പറയുന്നുണ്ടെങ്കിലും ചേതനൊരു നല്ല അധ്യാപകനും സർവോപരി നല്ല മനസ്സിനും ഉടമയാണെന്നോർത്ത് അവരുടെയെല്ലാം കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. തങ്ങളും ചേതനെ തെറ്റിദ്ധരിച്ചിരുന്നല്ലോ എന്നോർത്ത് അവർ കരയാൻ തുടങ്ങി. 5 കുട്ടികളും നിരന്നു നിന്ന് കരയുന്നത് കണ്ട് ചേതൻ ആകെ പതറിപ്പോയി. ഇതെന്താ എല്ലാരും കൂടെ കിടന്ന് മോങ്ങുന്നത്? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഭൂമിയിലായിരുന്നെങ്കിൽ പുതിയ പുസ്തകമോ സിനിമയോ ടെക്നോളജിയോ എന്തു പറഞ്ഞാൽ ആളുകൾ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ താൻ ഒരു ടെക്നിക്ക് കൊണ്ടുവന്നപ്പോ അവരൊക്കെ കരഞ്ഞുകൊണ്ടാണല്ലോ സ്വീകരിച്ചേ. ഈ പിള്ളേരൊരു കാര്യം.
അവൻ മനസ്സിൽ പറഞ്ഞു. ഹേയ് ഏയ്, നിങ്ങൾക്കൊക്കെ എന്തു പറ്റി? എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് കരയുന്നേ? ഇത്രയും നേരവും നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ചേതൻ അവരോട് തിരക്കി. അവരുടെ കരച്ചിൽ ഇപ്പോഴെങ്ങും നിൽക്കില്ല എന്ന് കണ്ട് തന്റെ കയ്യിലുള്ള മറ്റൊരു പുസ്തകം എടുത്ത് ഋഷിയെ വിളിച്ചു. ഋഷി, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം റെഡിയാക്കിയത്. ഇതിലുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്തു തുടങ്ങിയ നിന്റെ റൈറ്റ് ഹാൻഡ് 10-20 ദിവസത്തിനുള്ളിൽ ശരിയാവും. ചേതൻ അവനോട് പറഞ്ഞു. ഋഷിക്കും സാറയ്ക്കും കൊടുത്തതുപോലെ തന്നെ അവൻ മറ്റുള്ളവർക്കും അവർക്ക് വേണ്ടി അവൻ തയ്യാറാക്കിയ ഓരോ പുസ്തകങ്ങൾ വീതം കൊടുത്തു. വിവേക്, നീ നല്ല കഴിവുള്ള കുട്ടിയാണ്. നിനക്ക് ഞാൻ നേരത്തെ തന്ന പുസ്തകത്തിൽ ആയോധന മുറകളെ കുറിച്ചുള്ള ബേസിക് നോളജ് ആണുള്ളത്. പക്ഷേ ഈ പുസ്തകത്തിൽ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് കൂടുതലായി ഉള്ളത്. വിവേകിന് പുസ്തകം കൊടുത്തതിന് ശേഷം ചേതൻ പറഞ്ഞു. അതുപോലെ തന്നെ മേഘയാനന്ദും, ഇനി തന്നിരിക്കുന്ന പുസ്തകങ്ങളിലെ ടെക്നിക്കുകൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ അത് ധാരാളമാണ്. ചേതന്റെ വാക്കുകൾ അവരെ സന്തോഷിപ്പിച്ചു. അവരെല്ലാവരും ചേതന്റെ സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് അവൻ അവർക്കെല്ലാമായി പ്രത്യേകം പുസ്തകങ്ങൾ തയ്യാറാക്കിയത്. ആ പുസ്തകങ്ങൾ ഓരോന്നും ഓരോരുത്തരുടെ ഡോൺ സ്റ്റേജിനെ അനുസരിച്ചാണ് എഴുതപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവ അവരുടെ കുറവുകളെ ഇല്ലായ്മ ചെയ്ത് അവരെ ശക്തരാക്കാൻ സഹായിക്കും. സാർ, ഈ പുസ്തകത്തിന് എന്താ പേരിടാൻ പോകുന്നേ? മേഘ ഉത്സാഹത്തോടെ ചോദിച്ചു. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അതിന് കൊടുത്തു. ചേതൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അത് കേട്ട് കുട്ടികളെല്ലാം തമ്മിൽ നോക്കി. അവർക്ക് തങ്ങളുടെ സന്തോഷം അടക്കാനായില്ല. ഇത്ര മഹത്തായ ഒരു പുസ്തകം എഴുതുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നിട്ടും ചേതൻ 5 പുസ്തകങ്ങൾ എഴുതിയെന്ന് മാത്രമല്ല, അതിൽ ഓരോ പുസ്തകങ്ങളും ഓരോരുത്തർക്കും പ്രത്യേകമായി തയ്യാറാക്കിയതുമായിരുന്നു. അതും പോരാഞ്ഞിട്ട് ആ പുസ്തകങ്ങൾക്ക് പേരിടാനുള്ള അവസരവും അവൻ തന്റെ കുട്ടികൾക്ക് നൽകി. അവരെല്ലാം നിറഞ്ഞ കണ്ണുകളോടെ ഒരേ സ്വരത്തിൽ ചേതനോട് നന്ദി പറഞ്ഞു. അവരുടെ ഉള്ളിൽ നിറയെ ഒരു പുതിയ പ്രതീക്ഷ ഉണർന്നിരുന്നു. സാർ പേടിക്കണ്ട, ഈ ടെക്നിക്സ് സാറിന്റെ പേരില്ലാതെ ആരെയും ഞങ്ങൾ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്താ സാർ അവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം. സാറ പറഞ്ഞ് ബാക്കിയുള്ള കുട്ടികളും അവളുടെ അഭിപ്രായത്തോട് ശരിവെച്ചു. ആ പുസ്തകങ്ങളെല്ലാം തയ്യാറാക്കിയത് മാന്ത്രിക ലൈബ്രറിയാണ്. ചേതൻ ലെവലിൽ അപ്പ് ചെയ്യാനായി ഉപയോഗിച്ച ടെക്നിക്കുകളെക്കാൾ അല്പം കുറഞ്ഞ നിലവാരമുള്ളവയായിരുന്നു ആ പുസ്തകങ്ങളിലെ ടെക്നിക്കുകൾ. അതുകൊണ്ട് തന്നെ ചേതൻ ആ പുസ്തകങ്ങളെ കുറിച്ച് അധികം വേവലാതിപ്പെട്ടിരുന്നില്ല. ചേതന്റെ നിസാര ഭാവം കണ്ട് കുട്ടികളെല്ലാം ആശ്ചര്യത്തോടെ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇത്രയും നാൾ ചേതൻ സാറിനെ പോലെയുള്ള ടീച്ചേഴ്സൊക്കെ കഥകളിൽ മാത്രമേ കാണൂന്ന കരുതിയിരുന്നത്, മേഘ പറഞ്ഞു. സാറിന്റെ സ്റ്റുഡന്റ് ആയത് നമ്മുടെ ഭാഗ്യമാണ്. സാറ മേഘ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. ചേതൻ സാറിന് നല്ല കഴിവുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള പേരും പ്രതാപവും ഒന്നുമില്ല. ആരൊക്കെ സാറിനെ അപമാനിക്കാൻ നോക്കിയാലും സാറതൊക്കെ കേട്ട് എപ്പോഴും കാമായിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോ അങ്ങനെ പെരുമാറുന്നവർക്ക് മാത്രമേ എല്ലാ സിറ്റുവേഷൻസും നന്നായി ഹാൻഡിൽ ചെയ്യാൻ കഴിയൂ എന്ന് തോന്നുന്നു. ആനന്ദ് താൻ ചേതനെ കുറിച്ച് നിരീക്ഷിച്ച കാര്യങ്ങൾ പറഞ്ഞു. സാറ് തന്നെ ഈ പുസ്തകം വായിച്ച് അതിലെ മുറകൾ എത്രയും പെട്ടെന്ന് സ്വായത്തമാക്കണം. സാറ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന് നമ്മളും റെസ്പെക്ട് കൊടുക്കണം. ഋഷിയും കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ ഇടയിലെ തന്റെ ഇമേജ് ഉയർന്നുയർന്നങ്ങ് വാനോളം എത്തിയത് ചേതൻ ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ അവരോട് താൻ കൊടുത്ത പുസ്തകങ്ങളിലെ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യാനായി പറഞ്ഞ് മാറി നിന്ന് അവരെ വീക്ഷിച്ചു. അധ്യാപകർ എപ്പോഴും എല്ലാത്തിനും തന്റെ കുട്ടികളുടെ പുറകെ നടക്കാൻ നിൽക്കരുത്. ചിലതൊക്കെ അവർക്ക് സ്വന്തമായി പരിശ്രമിച്ച് കണ്ടെത്താനുള്ള അവസരം കൊടുക്കണം. ഒരു നല്ല അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളുടെ തെറ്റുകൾ തിരുത്തി അവർക്ക് ശരിയായ പാത കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അവന്റെ വിദ്യാർത്ഥികൾ ഓരോരുത്തരും അവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ ടെക്നിക്കുകൾ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അവരതെല്ലാം നന്നായി പഠിച്ച് പരിശീലിച്ചാൽ തന്നെ അവർക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാവുമെന്ന് ചേതൻ വിശ്വസിച്ചു. ചേതൻ ക്ലാസ് മുറിയിൽ തന്റെ കുട്ടികളെ ശാന്തമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരിടത്ത് ഒരാൾക്ക് ഇരിക്കപ്പുറത്ത് കിട്ടാത്ത അവസ്ഥയായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ശിവന്യക്കാണ് ചേതൻ കാരണം ഊണും ഉറക്കവും നഷ്ടപ്പെട്ടത്. ഇന്നലെ ചേതൻ അവളുടെ ചോദ്യങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത മറുപടികളും മറ്റും അവൾക്ക് പുതിയ കുറെ അറിവുകൾ പകർന്നു നൽകിയിരുന്നു. അവയെല്ലാം അറിഞ്ഞതിൽ പിന്നെ അവനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള കൗതുകമായിരുന്നു അവളിൽ. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെടുന്നത് അവൾ തിരിച്ചറിഞ്ഞു. അതിനാൽ പെട്ടെന്ന് ക്ലാസ് അവസാനിപ്പിച്ചിട്ട് ഇതിനൊരു തീരുമാനമെടുക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. ചേതനെ കുറിച്ച് തന്റെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അവൾ വേഗത്തിൽ അവന്റെ ക്ലാസ് ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു.
ആ മാജിക് അക്കാദമിയിലെ തന്നെ എല്ലാവരും ആരാധിക്കുന്ന സൗന്ദര്യത്തിനുടമയായിരുന്ന അധ്യാപികയായതിനാൽ അവൾക്ക് ദിവസവും എന്ന് പറയുന്നത് പോലെ പൂക്കളും ഗിഫ്റ്റുകളും ലഭിക്കുമായിരുന്നു. പക്ഷേ അവൾ അതൊന്നും കാര്യമായി എടുത്തിരുന്നില്ല. അധികം ആരോടും അവളായി ചെന്ന് അങ്ങോട്ട് സംസാരിക്കുകയുമില്ല. എന്നിട്ടും ചേതനെ കാണണമെന്നും അവനോട് സംസാരിക്കണമെന്നും അവളുടെ ഉള്ള് കൊതിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി അവൻ എങ്ങനെയായിരിക്കും ആ സിംഹത്തെ അനുസരിപ്പിച്ചത് എന്നറിയാഞ്ഞിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല എന്ന് വേണം പറയാൻ. മറ്റെന്താലോചിച്ചാലും അവളുടെ മനസ്സ് വീണ്ടും വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ചേതനിലേക്ക് തന്നെ ചെന്ന് നിൽക്കും. അതിനാലാണ് ആദ്യമായി അവൾ തന്റെ ക്ലാസ് പാതി വഴിയിൽ അവസാനിപ്പിച്ചത്. എനിക്കിത് എന്താ പറ്റിയത്? ഞാനെന്താ ഇങ്ങനെ ഏതു നേരവും അയാളെ കുറിച്ച് ആലോചന നടക്കുന്നേ? എന്തിന്? എനിക്കൊരു ക്ലാസ് പോലും ഇന്ന് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഏതു നേരവും അയാളെ കുറിച്ച് ചിന്തിച്ചിരിക്കാൻ ഞാനെന്താ അയാളുടെ പ്രണയിനിയാണോ? നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന ശിവന്യ പെട്ടെന്ന് നിന്നു. ഹേ വെയിറ്റ്, ഞാനിപ്പോ എന്താ പറഞ്ഞേ? പ്രണയിനിയെന്നോ? അതും അയാളുടെ? എനിക്ക് ഇന്നലെ സംഭവിച്ചതിനെ കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഏതു നേരം അവനെ കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാതെ എനിക്കൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനാ വെറുതെ അയാളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നേ? ശിവന്യ അവളുടെ മനസ്സിൽ അവളോട് തന്നെ വാഗ്വാദം നടത്തിക്കൊണ്ടിരുന്നു. എന്തോ എവിടെയോ പണി പാളിയിട്ടുണ്ടോ എന്ന സംശയത്തിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ ചേതന്റെ ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു. ശിവന്യക്ക് ഒരുപാട് നാളുകളായി ചേതൻ അറിയാമെങ്കിലും ഒരിക്കൽ പോലും ചേതൻ അവളോട് സംസാരിക്കാനായി ഒരു ശ്രമം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ പറഞ്ഞത് കേട്ടതല്ലാതെ അവൾക്ക് ചേതനെ കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ലായിരുന്നു. എന്തിന്, ആളുകളിൽ നിന്ന് അവൾ പറഞ്ഞു കേട്ടത് തന്നെ അവൻ ഒരു തെമ്മാടിയാണെന്നായിരുന്നു. മാജിക് അക്കാദമിയിലെ തന്നെ ഏറ്റവും മോശമായ ടീച്ചർ എന്നായിരുന്നു ചേതൻ അറിയപ്പെട്ടിരുന്നത് തന്നെ. അതുകൊണ്ട് ശിവനെയും അവനെ കുറിച്ച് കരുതിയിരുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഇന്നലത്തെ സംഭവത്തോടെ അവൾക്ക് അവനെ കുറിച്ചുള്ള അഭിപ്രായം മുഴുവനായി മാറിയിരുന്നു. ചേതൻ വെറുതെ പേജുകൾ മറിച്ച് നോക്കിയാൽ തന്നെ ആ പുസ്തകം മുഴുവൻ പേജ് നമ്പർ ഉൾപ്പെടെ അവന് മനപ്പാടമാകുമായിരുന്നു. ഒരു തവണ ഒരു ഭക്ഷണം കഴിച്ചപ്പോ തന്നെ അവൻ അതിന്റെ ചേരുവകളെ കുറിച്ചെല്ലാം വ്യക്തമായി പറയാൻ കഴിയുമായിരുന്നു. ഇതൊന്നും പോരാഞ്ഞ് അവനെ കൊല്ലാൻ വന്ന സിംഹത്തെ വരെ മെരുക്കിയെടുത്തിരുന്നു. അങ്ങനെ ചേതനെ കുറിച്ച് ആലോചിക്കും തോറും ശിവന്യയുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ കൂടി വന്നു. പുറമേ നിന്ന് കാണുമ്പോൾ വെറുമൊരു തല്ലിപ്പുളിയാണെന്ന് തോന്നിച്ച ചേതൻ അടുത്ത് ചെല്ലുമ്പോൾ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. ഈ നടന്നതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യാൻ നോക്കി ശിവന്യയുടെ തലയിൽ നിന്ന് തീയും പുകയും വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഞാനെന്തിനാ വെറുതെ ഇതൊക്കെ ആലോചിച്ച് എന്റെ തല പോയിക്കുന്നത്? ചേതനോട് തന്നെ പോയി ചോദിച്ച് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താം. അതറിയുന്നതോടുകൂടി ഞാൻ അവനെ കുറിച്ച് ചിന്തിക്കുന്നതും നിർത്തും എന്ന് ചിന്തിച്ചുകൊണ്ട് തലയുയർത്തി നോക്കിയപ്പോഴാണ് താൻ നടന്ന് ചേതനെ ക്ലാസ് റൂമിന്റെ മുമ്പിലെത്തിയത് അവൾക്ക് മനസ്സിലായത്. അവൾ അകത്തേക്ക് ചെല്ലാൻ ഒരുങ്ങിയതും ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടു. അത് മറ്റാരുമല്ല, അഞ്ഞൂറാനായിരുന്നു. ഇന്നലെ ചേതനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിന് അഞ്ഞൂറാന് സാറയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയിരുന്നു. അതിൽ പിന്നെ ചേതനെ ഓർക്കുമ്പോൾ അയാൾക്ക് ദേഷ്യമായിരുന്നു. താൻ പറയുന്നത് അഞ്ഞൂറാൻ അനുസരിക്കാത്തത് കൊണ്ട് അവളുടെ അച്ഛന്റെ അടുത്ത് ഇത് പറയണമെന്ന് സാറ തീരുമാനിച്ചിരുന്നു. പക്ഷേ അവളുടെ നാട് ഇവിടെ നിന്നും വളരെ ദൂരെയാണ്. തന്റെ ഏറ്റവും വേഗതയുള്ള കുതിരയുടെ പുറത്ത് യാത്ര തിരിച്ചാൽ പോലും അവൾക്ക് അവളുടെ നാട്ടിൽ എത്തിച്ചേരാൻ 2 ആഴ്ചയിലധികം എടുക്കും. താൻ ഉണ്ടായിട്ടും ആ ചേതൻ സാറ മേഡത്തെ വല്ലതും ചെയ്ത അത് തനിക്ക് വലിയ മാനക്കേടാണ്. പക്ഷേ അകത്തേക്ക് ചെന്ന സാറ മേഡം ചീത്തയും പറയും. ക്ലാസ് റൂമിന് പുറത്തു നിന്നാ തനിക്ക് സാറ മേഡത്തിന് വല്ലതും സംഭവിച്ചാ അത് തടയാൻ പോലും സാധിക്കില്ല. അല്ലാത്ത കഷ്ടം തന്നെ. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയായിരുന്നു അഞ്ഞൂറാന്. ഇയാൾ ആരാ എന്നൊരു സ്ത്രീ ശബ്ദം കേട്ടതും അയാൾ തിരിഞ്ഞു നോക്കി. നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ച സുന്ദരിയായ ഒരു യുവതിയെയാണ് അയാൾ കണ്ടത്. അത് മറ്റാരുമല്ല, ചേതനെ കാണാനെത്തിയ ശിവന്യായിരുന്നു. തന്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് അതുപോലൊരു സുന്ദരിയായ പെണ്ണിനെ അയാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതാരാ? മാലാഖയോ? ഇവളെ എങ്ങനെയെങ്കിലും പരിചയപ്പെടണം അയാൾ ചിന്തിച്ചു. ഇവളെ കാണാൻ ഒരു ചെറിയ പെണ്ണിനെ പോലെ ഉണ്ടെങ്കിലും നല്ല തലയെടുപ്പുണ്ട്. പക്ഷെ ഞാനോ നാട്ടുകൂട്ടത്തലവന്റെ ബോഡി ഗാർഡും. അങ്ങനെയുള്ളപ്പോ എന്തു പറഞ്ഞാ ഇവളെ പരിചയപ്പെടാൻ പോകുന്നത്? അയാൾ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് വീണ്ടും ചിന്തിച്ചു. ഞാൻ ആരാണെന്ന് ചോദിച്ചത്. താനെന്താ അതിന് മറുപടി പറയാതെ എന്നെ തുറച്ചു നോക്കുന്നത്? അയാളുടെ നോട്ടം അത്ര ഇഷ്ടപ്പെടാതെ ശിവനെ ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടപ്പോഴാണ്
മറ്റൊരു ചിന്ത അഞ്ഞൂറാന്റെ മനസ്സിലേക്ക് വന്നത്. ഇവളിനി വിമലിന്റെ കാമുകയായിരിക്കോ? ചേതന ചോദ്യം ചെയ്യാൻ വിമൽ പറഞ്ഞു വിട്ടതാകുമോ അവളെ? അഞ്ഞൂറാൻ ചിന്തിച്ചു. എന്നാൽ വിമലിന്റെ പ്ലാൻ മറ്റൊന്നാണെന്ന് അയാൾക്ക് അറിയില്ലല്ലോ. അധ്യായം 46. ഇന്നലെ നടന്ന സംഭവങ്ങൾക്ക് ശേഷം ഉറപ്പായും വിമൽ പ്രതികാരത്തിനായി വരുമെന്ന് ശിവന്യയ്ക്ക് അറിയാമായിരുന്നു. ഒരറിയപ്പെടുന്ന അധ്യാപകനും നരേന്ദ്രന്റെ കൊച്ചുമോനും കൂടിയായ വിമലിന് ഇന്നലത്തെ സംഭവങ്ങൾ അവന്റെ അഭിമാനത്തിന് ഏറ്റ ക്ഷതം കൂടിയാണ്. അങ്ങനെയുള്ളപ്പോൾ വിമൽ ഒരിക്കലും അടങ്ങിയിരിക്കില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. വിമൽ തന്നോടും ചേതനോടും പ്രതികാരം ചെയ്യാനായി ആയിരിക്കും അഞ്ഞൂറാനെ പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് അവൾ കരുതി. മാജിക് സ്കൂളിലെ നിയമങ്ങൾ അനുസരിച്ച് 2 അധ്യാപകർ തമ്മിൽ ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിൽ വെച്ച് അടിയുണ്ടാക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാകും വിമൽ പുറത്തുനിന്നും ആളെ ഇറക്കിയത് എന്ന് അവൾ കരുതി. ശിവന്യ അഞ്ഞൂറാനെ അങ്ങനെ സംശയിച്ചതിൽ യാതൊരു അത്ഭുതവുമില്ല. അയാളുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടാൽ ആരായാലും സംശയിച്ചു പോകും. അത് മാത്രവുമല്ല, അയാളുടെ തലയിലെ മുറിവുകളെല്ലാം കെട്ടിവെച്ചിരുന്നതിനാൽ ആളെ മനസ്സിലാവാതിരിക്കാൻ മുഖം മറച്ചു വെച്ചിരിക്കുകയാണ് എന്നേ കാണുന്നവർക്ക് തോന്നുകയുള്ളൂ. അത് മാത്രമല്ല, ശിവന്യ അയാളോട് ആരാണ് എന്ന് ചോദിച്ചിട്ട് അയാൾ മറുപടിയും പറയുന്നില്ല. വിമൽ ഇതുപോലെ ആരെയെങ്കിലും പറഞ്ഞുവിടുമെന്ന് അറിയാവുന്നത് കൊണ്ടാവും ചേതൻ ഇന്നലെ അവനെ പിന്തുടരാൻ അനുവദിക്കാഞ്ഞത് എന്ന് അവൾ കരുതി. അഞ്ഞൂറാനെ വിമൽ പറഞ്ഞയച്ചതാണ് എന്ന് ഓർക്കും തോറും അവളുടെ ഉള്ളിൽ കോപം അരിച്ചു കയറി. താൻ കാരണമാണല്ലോ വിമൽ ഇങ്ങനെ ചേതനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എന്നോർത്ത് അവൾക്ക് വല്ലാത്ത കുറ്റബോധം ഉണ്ടായിരുന്നു. അതിനാൽ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവൾ അഞ്ഞൂറാന് നേരെ തിരിഞ്ഞു. ഒരു ടീച്ചറിന്റെ ദേഹത്ത് കൈവച്ച അതിനുള്ള ശിക്ഷ എന്താണെന്ന് തനിക്കറിയോ? ശിവനെ ചോദിച്ചത് കേട്ടതും അഞ്ഞൂറാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ടീച്ചറുടെ ദേഹത്ത് കൈവച്ചാലോ? അതിന് ഞാനാരെയും ഒന്നും ചെയ്തില്ലല്ലോ, അയാൾ ചിന്തിച്ചു. പിന്നെയാണ് അയാൾക്ക് ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നത്. വിമലിനെ തല്ലിയതിനെ ശിവന്യ ചോദിക്കാൻ വന്നതാണ് എന്ന് അയാൾ കരുതി. നീയാണോ ഈ ശിവന്യ? അയാൾ തന്റെ സംശയം ഉറപ്പിക്കാനായി ചോദിച്ചു. അത് കേട്ടതും ദേഷ്യത്തിൽ അവൾ തന്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ഓ, അപ്പൊ എല്ലാരെ കുറിച്ചും പഠിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയതല്ലേ? ദേ, ഒരു കാര്യം പറയാം, ഇവിടുന്ന് മര്യാദയ്ക്ക് പോകുന്നതാണ് തനിക്ക് നല്ലത്. വെറുതെ വയസ്സിന് മൂത്തവരെ തല്ലി എന്ന ചീത്തപ്പേര് എനിക്ക് ഉണ്ടാക്കി തരരുത്, അവൾ കടുപ്പത്തിൽ പറഞ്ഞു. ഡോൺ 5 സ്റ്റേജിൽ ആയതുകൊണ്ട് തന്നെ അവൾ വളരെ ശക്തിയായിരുന്നു. അത് മാത്രവുമല്ല, പല വിധത്തിലെ ആയോധന മുറകളും അവൾക്ക് വശമായിരുന്നു. ഞാൻ ഒരു തവണ കൂടി പറയാം, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, അതാണ് തനിക്ക് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ നിന്നും നാണം കെട്ട് ഓടേണ്ടി വരും, ശിവന്യ കോപത്തോടെ പറഞ്ഞു. ഇത്രയും നേരമായിട്ടും അഞ്ഞൂറാൻ ഒരക്ഷരം മിണ്ടാത്തത് കണ്ട് അവൾ ആക്രമിക്കാൻ തയ്യാറായി നിന്നു. അവളുടെ പെരുമാറ്റം കണ്ട് അഞ്ഞൂറാനും ദേഷ്യം വന്നിരുന്നു. നാട്ടുകൂട്ടത്തലവന്റെ ബോഡിഗാർഡ് ആയതുകൊണ്ട് അഞ്ഞൂറാൻ വളരെ ശക്തനായ ഒരാളായിരുന്നു. അയാൾ എവിടെ പോയാലും ആളുകൾ അയാളെ ബഹുമാനിച്ചിരുന്നു. അങ്ങനെയുള്ളപ്പോൾ വെറും ഒരു പീരപ്പെണ്ണായ ശിവന്യ അയാളോട് മര്യാദ ഇല്ലാതെ പെരുമാറുന്നത് അയാളിൽ ദേഷ്യം ഉളവാക്കി. വെറും ഒരു പെണ്ണ് തന്നെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു നിൽക്കാൻ കഴിയാതെ അയാൾ അവളെ ആക്രമിക്കാൻ ചെന്നു. ശിവന്യ അയാളോട് പിന്നെയും എന്തോ പറയാൻ വാ തുറന്നപ്പോഴാണ് അഞ്ഞൂറാൻ തന്നെ ആക്രമിക്കാൻ വരുന്നത് അവൾ കണ്ടത്. അവൾക്ക് അയാളെ തിരിച്ചാക്രമിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അയാൾ അവളിലേക്ക് പ്രഹരമേൽപ്പിക്കാൻ വന്നതും അവളൊന്ന് കറങ്ങി തന്നെ കാലുയർത്തി അയാളുടെ താടിയലിന് നേരെ ചവിട്ടി. അഞ്ഞൂറാൻ ഒന്ന് പിന്നിലേക്ക് ആഞ്ഞു പോയെങ്കിലും തന്റെ സമനില വീണ്ടെടുത്ത് അയാൾ വീണ്ടും അവളെ ആക്രമിക്കാൻ തയ്യാറായി. ശിവന്യ ഡോൺ 5 സ്റ്റേജിലെ ഒരാളായതുകൊണ്ടും ഒരുപാട് ആയോധന മുറകൾ ചെറിയ പ്രായത്തിലെ സ്വായത്തമാക്കിയത് കൊണ്ടും അവൾ നല്ലൊരു പോരാളിയായിരുന്നു. അഞ്ഞൂറാൻ ശിവന്യേക്കാൾ ഉയർന്ന നിലയിലാണെങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരെയേറ്റ പ്രഹരവും അതിൽ നിന്നുണ്ടായ മുറിവുകളും അയാളെ അല്പം ബലഹീനനാക്കിയിരുന്നു. അത് ശിവന്യയ്ക്ക് ഉപകാരമായി മാറി. ഈ സമയം എഡ്വിനും വിമലും അക്കാദമിയിലൂടെ നടന്നു വരികയായിരുന്നു. വിമൽ, നരേന്ദ്രൻ സാർ എന്തു പറഞ്ഞു? എഡ്വിൻ ചോദിച്ചു. നീ പേടിക്കണ്ട, മുത്തശ്ശൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഋഷി ഇഷ്ടമല്ലാതെയല്ലേ അവന്റെ അടുത്ത് പോയി ചേർന്നത്. അതുകൊണ്ട് ചേതനെ രക്ഷിക്കാൻ ഇത്തവണ ആർക്കും കഴിയില്ല. അവൻ നാണം കെട്ട് ഈ അക്കാദമിയിൽ നിന്ന് പടിയിറങ്ങും. എന്നോട് ഇന്നലെ മുത്തശ്ശൻ തന്നെ വിചാരണയ്ക്ക് വരാമെന്നാ പറഞ്ഞേ. മുത്തശ്ശന് എന്തോ ചില അസൗകര്യം, അതുകൊണ്ട് എന്റെ അച്ഛനായിരിക്കും ഈ വിചാരണ നടത്താൻ പോകുന്നത്, വിമൽ പറഞ്ഞു.
അന്ന് രാവിലെ നരേന്ദ്രൻ അക്കാദമി പ്രിൻസിപ്പൽ തരകനെ കണ്ട് വിചാരണയുടെ ചുമതല വിമലിന്റെ അച്ഛനെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. ഇനി ഇവരുടെ കടമ ചേതനയെയും ഋഷിയെയും വിചാരണയ്ക്ക് എത്തിക്കുക എന്നതാണ്. ഋഷി ഒന്ന് എൻലൈറ്റ്മെന്റ് ടവറിൽ എത്തിച്ചേർന്ന മാത്രം മതി. മറ്റവൻ അവിടെ നാണം കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാം. അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ തുരത്തി ഓടിക്കണം. ഇനി നമുക്ക് ഒരു പ്രശ്നമായി അവൻ വരരുത്, വിമൽ ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാ എന്നേക്ക് സന്തോഷിക്കുന്ന വേറൊരാൾ കാണില്ല. അതുമല്ല, അവൻ പോയി കഴിഞ്ഞാൽ ശിവന്യ മാമും ഓട്ടോമാറ്റിക്കായി നിന്റെ അടുത്തേക്ക് വരും, എഡ്വിൻ പറഞ്ഞു. ശിവന്യയുടെ പേര് കേട്ടതും വിമലിന്റെ ഉത്സാഹം ഒന്ന് കൂടി. അതെ, അവൾ എന്നെ തേടി വരും. അവൾ എനിക്കുള്ളതാ. എന്റെയും അവളുടെ ഇടയിലെ ആരെങ്കിലും വന്നാ അവരുടെ വിധി എന്താകുമെന്നുള്ളത് ഇതോടെ ചേതന മനസ്സിലാവും. ഇനി ഞങ്ങളുടെ ഇടയിലെ ആരൊക്കെ വരാൻ ശ്രമിക്കുന്നോ അവർക്കൊക്കെ ചേതനൊരു പാഠമായിരിക്കണം. ആ തെമ്മാടിയെ പറഞ്ഞു വിട്ടിട്ട് വേണം അവളെ എല്ലാ അർത്ഥത്തിലും എനിക്ക് സ്വന്തമാക്കാൻ. തന്റെ പ്രതാപവും സൗന്ദര്യവും എന്തുകൊണ്ടും ശിവന്യക്ക് യോജിച്ച് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന വിമൽ അതുകൊണ്ട് തന്നെ ശിവന്യ തന്റെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ള അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്നു. നീ ആരാ മോൻ, ധൈര്യമായിരിക്കെ, അവൾ നിനക്കുള്ളതാ, എഡ്വിൻ അവന് ആത്മവിശ്വാസം നൽകി. ഞാനും ശിവന്യയും സെറ്റായി കഴിഞ്ഞാ നിനക്ക് ഞാൻ നല്ലൊരു ട്രീറ്റ് തന്നെ തരുന്നുണ്ട്, വിമൽ എഡ്വിനോട് പറഞ്ഞുകൊണ്ട് ചിരിച്ചതും അവന്റെ അടിവയറ്റിലും നെഞ്ചിലുമൊക്കെ അവന് വേദനയെടുക്കാൻ തുടങ്ങി. നാശം! അവൻ തന്റെ സമനില വീണ്ടെടുത്ത് നേരെ നിന്നു. ഞാൻ ചേതനോട് ക്ഷമിച്ചാലും അഞ്ഞൂറാനോട് ക്ഷമിക്കില്ല. ഏത് നാട്ടുകൂട്ടത്തലവന്റെ ബോഡി ഗാർഡാണെന്ന് പറഞ്ഞാലും ഇത്രയും അഹങ്കാരം പാടില്ല. ഇതവന്റെ നാട്ടുകൂട്ടമല്ല, സ്കൂളാണ്. ഇതുപോലും ഓർക്കാതെയാണ് ആ മാറി എന്റെ മേൽ കൈ വെച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല. തലേന്ന് കിട്ടിയ അടിയുടെ വേദനയിൽ വിമൽ അഞ്ഞൂറാനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അവരുടെ തൊട്ടടുത്ത് നിന്നാണ് അഞ്ഞൂറാൻ ശിവന്യയോട് വഴക്കിട്ടുകൊണ്ടിരുന്നതെങ്കിലും അവർ ഇരുവരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഉറപ്പായും അയാളെ വെറുതെ വിടരുത്. എങ്കിലേ ആളും തരവും മറിഞ്ഞു കളിക്കാൻ അവൻ പഠിക്കൂ. ആരോട് എങ്ങനെ പെരുമാറണമെന്നറിയാതെ ഭ്രാന്തനെ പോലെയാണ് അയാൾ നടക്കുന്നത്. അയാളെ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കണം. എഡ്വിനും വിമൽ പറഞ്ഞത് ശരിവെച്ചു. പെട്ടെന്നാണ് എഡ്വിന്റെ കണ്ണിൽ ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. വിമൽ വിമൽ വേഗം നോക്ക്, അതാ അഞ്ഞൂറാനല്ലേ? അയാൾ ആരോടാണ് വഴക്കുണ്ടാക്കുന്നത് എന്ന് നോക്ക്. എഡ്വിൻ തിടുക്കത്തിൽ വിമലിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ആരാ, എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ വിമലിനെ കാത്തിരുന്നത് ഒരു വലിയ ഞെട്ടലായിരുന്നു. എന്റെ ശിവന്യല്ലേ അത്? അവൾ എന്തിനാ ഈ അലവലാതിയുടെ കൂടെ വഴക്കുണ്ടാക്കുന്നത്? അവൻ ഞെട്ടലോടെ തിരക്കി. അവൻ രാവും പകലും എന്നില്ലാതെ ഓർത്തുകൊണ്ട് നടക്കുന്ന പെണ്ണാണ് ശിവന്യ. അങ്ങനെയുള്ള അവളോട് വഴക്കുണ്ടാക്കുന്നത് തന്റെ ആജന്മ ശത്രു, അതും ചേതന്റെ ക്ലാസ് റൂമിന് മുന്നിൽ വെച്ച്. വിമലിന്റെ തലയിൽ നിന്ന് തീയും പുകയും വന്നു. എന്താ അവിടെ നടക്കുന്നതെന്നറിയാൻ അവന്റെ മനസ്സ് കൊതിച്ചു. വിമൽ, എനിക്കിപ്പോ കാര്യം പിടികിട്ടി. ഇന്നലെ നീയും അഞ്ഞൂറാനും തമ്മിൽ വഴക്കുണ്ടായത് ശിവന്യ അറിഞ്ഞു കാണും. നിന്നോട് ഇഷ്ടമുള്ള അവൾ അഞ്ഞൂറാനോട് അതിന്റെ പ്രതികാരം ചെയ്യാൻ വന്നതായിരിക്കും. യെസ്, അത് തന്നെ, എഡ്വിൻ പറഞ്ഞു. അങ്ങനെയൊക്കെ അവൻ വഴിയുണ്ടോ? ശിവന്യക്ക് തന്നോട് അത്രമാത്രം സ്നേഹമൊന്നുമില്ലെന്ന് അറിയുന്ന വിമൽ ചോദിച്ചതും എന്തുകൊണ്ടായിക്കൂടാ? ശിവന്യ അങ്ങനെ വഴക്കിനൊന്നും പോവാത്തൊരാളാണ്. എന്തിന്? വഴക്കിടാൻ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ പോലും അവൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറും. അങ്ങനെയുള്ള അവൾ അയാളോട് വഴക്കിന് പോകണമെങ്കിൽ വേറെ എന്തായിരിക്കും കാരണം? എഡ്വിൻ തറപ്പിച്ച് പറഞ്ഞു. അവർ രണ്ടുപേരും ചിന്തിച്ചിട്ട് അവരുടെ വഴക്കിന് ഇതല്ലാതെ മറ്റൊരു കാരണം കണ്ടെത്താൻ അവർക്കായില്ല. ശിവന്യാമം നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിനർത്ഥം അവളുടെ ഉള്ളിലും ഒരു കോണിൽ നിന്നോട് ഫീലിങ്സ് ഉണ്ടെന്നല്ലേ? എനിക്ക് ഉറപ്പാണ് ശിവന്യക്ക് നിന്നോട് പ്രണയമാണ്, എഡ്വിൻ വിമലിന്റെ പ്രതീക്ഷകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ എന്നാലോചിച്ച് വിമൽ ആകെ ആശ്ചര്യത്തിലായിരുന്നു. എങ്കിലും അതോർക്കുമ്പോൾ അവന് തന്റെ ഉള്ളിലെ സന്തോഷം അടക്കാനായില്ല. എഡ്വിൻ പറഞ്ഞ സത്യമായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്തിനവൾ അയാളോട് വഴക്കുണ്ടാക്കുന്നത്? വിമൽ ചിന്തിച്ചു. തന്നെ എപ്പോഴും അകറ്റി നിർത്തിയിരുന്ന ശിവന്യക്ക് തന്നോട് ഇത്രയും ഇഷ്ടമുണ്ടാകുമെന്ന് ആര് കണ്ടു? ചിലപ്പോൾ നാണമായതുകൊണ്ടാവും അത് പുറത്ത് കാണിക്കാത്തത്. പ്രണയത്തിന്റെ പുറത്തല്ലെങ്കിൽ പിന്നെന്തിനായിരിക്കും ഡോൺ 5-ലുള്ള ശിവന്യ ഡോൺ 6-ലുള്ള ഒരാളോട് വഴക്കിന് പോകുന്നത്? വിമൽ ചിന്തിച്ചു. ശിവന്യ തനിക്ക് വേണ്ടിയാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് കരുതി അവൻ അവളെ സപ്പോർട്ട് ചെയ്യാനായി കളത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. എന്റെ പെണ്ണ് എനിക്ക് വേണ്ടി വഴക്കുണ്ടാക്കി അടി വാങ്ങിക്കൂട്ടുന്നത്
ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കാനോ? ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ് വിമൽ അവർക്കിടയിലേക്ക് പോകാൻ തയ്യാറായി. തന്റെ കാമുകി തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോ അവൻ എങ്ങനെയാണ് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കാൻ കഴിയുക? അങ്ങനെ നോക്കി നിന്നാൽ തന്നെ അവൻ പിന്നെ അവളെ എങ്ങനെ ഫേസ് ചെയ്യും? ശിവന്യേ, നിന്നെ രക്ഷിക്കാൻ ഞാൻ ദാ വരുന്നു എന്നലറിക്കൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് ഓടി. ഇതിനോടകം തന്നെ ശിവന്യ ഉപയോഗിക്കുന്ന മുറകൾ ഏതാണെന്ന് അഞ്ഞൂറാന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവളെ തോൽപ്പിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അയാൾ. ശിവന്യക്ക് നേരെയുള്ള തന്റെ അവസാനത്തെ പ്രഹരമേൽപ്പിക്കാൻ പോകുമ്പോഴാണ് വിമലിന്റെ അലർച്ച അയാൾ കേട്ടത്. ഇത്രയും നേരം താൻ ശിവന്യയെ തെറ്റിദ്ധരിച്ചതാകുമോ എന്നൊരു ചോദ്യം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ വിമലിന്റെ അലർച്ച കേട്ടതും തന്റെ ഊഹം ശരിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ശിവന്യയും വിമലും ഒരുമിച്ച് ചേർന്ന് തന്നെ അടിക്കാൻ വരികയാണെന്ന് അയാൾ കരുതി. അവരിരുവരുടെയും ധൈര്യത്തെ ഓർത്ത് അയാൾക്ക് വല്ലാത്ത കോപം തോന്നി. അയാൾ ശിവന്യയെ വിട്ട് കോപത്തോടെ വിമലിന് നേരെ തിരിഞ്ഞു. തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് അയാൾ വിമലിനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് അവിടേക്ക് കയറി വന്ന വിമലിനെ കണ്ട് ശിവന്യ അന്തം വിട്ടു. വിമൽ എന്തിനാണ് വന്ന് അഞ്ഞൂറാനോട് വഴക്കിടുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇനി ഞാൻ ആള് മാറിയാണോ അയാളോട് വഴക്കിട്ടത്? ഇയാളപ്പോ വിമൽ അയച്ച ആളല്ലേ? അവൾ ചിന്തിച്ചു. പിന്നീടാണ് മറ്റൊരു ചിന്ത അവളിലേക്ക് കടന്നു വന്നത്. ഓ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഇയാൾ ഉറപ്പായിട്ടും വിമൽ പറഞ്ഞയച്ച ആൾ തന്നെയാണ്. പക്ഷേ ഞാൻ കരുതിയതുപോലെ ചേതനെ കൊല്ലാനല്ല അയാൾ വന്നത്. ചേതനെ കൊല്ലാനാണ് വന്നതെങ്കിൽ ക്ലാസ് റൂമിന്റെ പുറത്ത് കാത്തു നിൽക്കേണ്ട ആവശ്യം അയാൾക്കില്ലല്ലോ. ഉറപ്പായും ഇവരുടെ ടാർഗറ്റ് ഞാനാണ്. എന്നോട് വഴക്കുണ്ടാക്കാൻ പറഞ്ഞായിരിക്കും ഇയാളെ അവൻ പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഒരു ഹീറോയെ പോലെ വന്ന് എന്നെ അയാളുടെ അടുത്ത് നിന്ന് രക്ഷിച്ച് ഷോ കാണിക്കാനായിരിക്കും വിമലിന്റെ പ്ലാൻ. പക്ഷേ ആ കഞ്ഞി ഈ കലത്തിൽ വേവില്ല. ഞാൻ എന്താ ഇതൊക്കെ മനസ്സിലാക്കാതിരിക്കാൻ മാത്രം മണ്ടിയാണെന്ന് വിചാരിച്ചോ? ഇയാൾ അവനുള്ളത് ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. ശിവന്യ കോപത്തിൽ തന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇതേപോലെ ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അവൾക്ക് ഒരു പുതിയ കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഈ നായികയെ രക്ഷിച്ച് ഹീറോ കളിക്കുന്നത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന അന്യം വരാത്ത ഒരു കലാരൂപമാണല്ലോ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒന്നെങ്കിൽ ആ പെണ്ണിന്റെ മുമ്പിൽ ഹീറോ ആവാം, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി തല്ല് വാങ്ങി സഹതാപം പിടിച്ചു വാങ്ങാം. ഈ സഹതാപം പിന്നെ വളർന്ന് പ്രണയമാവുകയും ചെയ്യും. പക്ഷേ ഇതൊന്നും ശിവന്യയുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. അവർ തമ്മിൽ അടിക്കുകയോ തമ്മിൽ തല്ലി ചാവുകയോ എന്താണെന്ന് വെച്ചാ ചെയ്യട്ടെ എന്ന് കരുതി അതിലൊന്നും ഇടപെടാതെ മാറി നിന്നു. അല്ലെങ്കിലും വിമൽ എന്ത് കോപ്രായം കാണിച്ചു കൂട്ടിയാലും അത് അവളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ എന്തിനെ അവൾ ഇടപെടണം? വിമലിനെ സഹായത്തിനായി അവള് വിളിച്ചൊന്നുമല്ലല്ലോ. അടി വാങ്ങിക്കൂട്ടാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ വന്നു വാങ്ങിക്കട്ടെ എന്ന് കരുതി അവൾ ലാഘവത്തോടെ മാറി നിന്നു. അഞ്ഞൂറാൻ ശക്തിയിൽ വിമലിനെ പ്രഹരിച്ചതും വിമൽ പിന്നിലേക്ക് തെറിച്ചു വീണു. അയാൾ ചുമച്ചുകൊണ്ട് രക്തം തുപ്പി. എന്താ ഇവിടെ നടക്കുന്നത്? ഇത് കണ്ട എഡ്വിൻ ഞെട്ടലോടെ തന്റെ തലയിൽ കൈവച്ചു പോയി.